الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. തീർച്ചയായും ഇത് ഒരു സൽക്കർമ്മം തന്നെയാണ്. എനിക്കുറപ്പുണ്ട്, ഒരു പ്രസംഗം കേൾക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളവരല്ല നിങ്ങൾ. ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ വളരെ വിദൂരത്ത് നിന്നുകൊണ്ട് സഹതാപം പ്രകടിപ്പിക്കുവാനും അകലങ്ങളിലിരുന്ന് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെ മാത്രമാണ്, അതുകൊണ്ട് ഇതെങ്കിലും ചെയ്യാം എന്ന പൂതിയോടുകൂടിയും ആണ് തീർച്ചയായും നിങ്ങൾ ഈ പരിപാടികളിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സൽക്കർമ്മമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അൽ മുഅ്മിൻ ലിൽ മുഅ്മിൻ കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരെടുപ്പ് പോലെയാകുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ താങ്ങി നിർത്തുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും അതിൻ്റെ വിരലുകളെ ചേർത്ത് പിടിച്ചു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ മല്ലം യഹ്തമ്മ ബി അംരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും, മുസ്ലിം സമൂഹത്തിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യാത്തവർ അവരിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുകൊണ്ട് ലോകത്തുള്ള ഈ ഉമ്മത്ത് മുഴുവനും ഒരൊറ്റ ശരീരമായതിനാൽ ആ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ വേദനയോട് മറ്റു ഭാഗങ്ങൾ ഏതുപോലെ പനി പിടിച്ചും അതുപോലെ തന്നെ ഉറക്കമിളച്ചും അനുഭാവം പുലർത്തുന്നതോ അതുപോലെ അനുഭാവം പുലർത്തേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇതുപോലുള്ള ഒരു കുറെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഇത് ഒരു ദീനി ബാധ്യത ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തീർച്ചയായും നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഐനമാ ദുക്കിറ സ്മുല്ലാഹി ഫീ ബലദിൻ അദത്തു അർജാഅഹു മിൻ ലുബ്ബി ഔതാനി. എവിടെ അള്ളാഹുവിന്റെ പേര് പറയപ്പെടുന്നുണ്ടോ ആ ഇടങ്ങളൊക്കെയും, അതെവിടെയായിരുന്നാലും അതൊക്കെയും എൻ്റെ രാജ്യത്തിന്റെ ഒരു കാമ്പായിട്ടാണ് ഞാൻ ഗണിക്കുന്നത് എന്ന് കവി പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പേര് കേൾക്കുന്ന ഭൂമി മുഴുവനും എന്റെ ഭൂമിയാണ്. അത് ഫലസ്തീനാകുമ്പോൾ ഈ ഉമ്മത്തിന്റെ ഖിബിലയുടെ, ഒരു കാലത്ത് ഖിബിലയായിരുന്ന ബൈത്തുൽ മഖ്ദിസിന്റെ ഭൂമിയാണ്. സാലിസുൽ ഹറമൈനി, മൂന്നാമത്തെ ഹറമാണ്. ബൈത്തുൽ മഖ്ദിസിലെ ഒരു നേരത്തെ നമസ്കാരത്തിന് 500
നേരത്തെ നമസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുള്ള ഹറമാണ് എന്നതുകൊണ്ടും ആ പ്രദേശം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഞാൻ പറയുന്നത് ഈ ഒരു കുറെ പ്രാധാന്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെപ്പറ്റി നാം പറയുകയും കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത്. എനിക്ക് അറിയില്ല എവിടെ നിന്നാണ് ഗസയെയും ഫലസ്തീനെയും പറ്റിയുള്ള വർത്തമാനം ആരംഭിക്കേണ്ടത് എന്ന്. എപ്പോഴും ഫലസ്തീനെ പറ്റിയുള്ള വർത്തമാനങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ അവസാനിപ്പിക്കും എന്ന് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത്രയും സങ്കീർണമാണ് ഫലസ്തീൻ എന്ന നാമം ഇപ്പോഴല്ല, പണ്ട് മുതലേ. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് 10-15 മിനിറ്റുകൾക്ക് മുമ്പ് വരെയുള്ള അവസാന വാർത്ത വെച്ചുകൊണ്ട് 992 പേർ ഫലസ്തീനിലെ ഗസയിൽ ഇതിനകം രക്തസാക്ഷികളായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 27-ാം തീയതി, ഡിസംബർ 27-ാം തീയതി ആരംഭിച്ച് ഇസ്രായേലിന്റെ നരമേധം 19-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 992 രക്തസാക്ഷികൾ ഉണ്ടായി എന്നതിനു പുറമെ 4530 പേർക്ക് മാരകമായ മുറിവുകളേറ്റ് അവർ മരിച്ചതിന് തുല്യമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നു. ലോകത്ത് ഏറെ പ്രശസ്തമായി കഴിഞ്ഞ അൽ ജസീറ എന്ന് പറയുന്ന ചാനൽ കഴിഞ്ഞ 19 ദിവസങ്ങളിൽ ഗസ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരമേധത്തിന്റെ ചിത്രങ്ങൾ ഒപ്പിയെടുത്ത് തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 24 മണിക്കൂറും അവർ സാധാരണ നൽകാറുള്ള പരസ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഗസയിലെ വർത്തമാനങ്ങൾ ലോകത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ജിഹാദാണ് ആ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകൾക്കും വിവരങ്ങൾക്കുമിടയിൽ ബ്രേക്കുണ്ട്. പരസ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് ബ്രേക്കുകൾക്കിടയിലും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനിന്റെ ദാരുണമായ ചിത്രങ്ങളും ചരിത്രവുമാണ്. ആ ചിത്രങ്ങൾ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളിൽ എത്ര പേർ കാണുന്നുണ്ട് എന്നെനിക്കറിയില്ല. ആ ചിത്രങ്ങൾ അതും അതുപോലുള്ളതുമായ ഫലസ്തീൻ, ഗസ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മുമ്പിലേക്ക് അത് എറിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, മനസ്സിൽ ഒരൽപ്പം ഈമാനുണ്ടെങ്കിൽ, മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അവയുടെ മുമ്പിൽ നമുക്ക് തരിച്ചു നിൽക്കാതിരിക്കാൻ സാധ്യമല്ല. മനുഷ്യരുടെ, മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോര കരയിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഗസയിൽ കഴിഞ്ഞ 19 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ, പോറ്റി വളർത്തിയ പിഞ്ചോമനുകളുടെ മയ്യത്തുകളുമായി നെട്ടോട്ടം നടത്തുന്ന ഉമ്മമാരും ഉപ്പമാരും, മൺകൂനകൾക്കിടയിൽ നിന്ന് തകർന്നടിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ സ്വന്തം ഭാര്യമാരുടെ മയ്യത്ത് തിരയുന്ന ഭർത്താക്കന്മാർ, ഭർത്താക്കന്മാരുടെ മയ്യത്തുകൾ പരതി അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഭാര്യമാർ, മക്കളെ നഷ്ടപ്പെട്ട് വാവിട്ട് കരയുന്ന ഉമ്മമാർ, പിഞ്ചോമനുകളുടെ, രക്തസാക്ഷികളായി കഴിഞ്ഞ പിഞ്ചോമനുകളുടെ പനിനീർ പോലുള്ള മുഖങ്ങളിൽ അവസാന ഉമ്മ വെച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാക്കൾ, ഭർത്താവിനെ നഷ്ടപ്പെട്ട വേദനയിൽ വേവലാന്തി കൊണ്ട് നിൽക്കുന്ന
ഭാര്യ, തനിക്ക് താങ്ങാകുമെന്ന് പ്രതീക്ഷിക്കുന്ന 1, 2, 3, 4 മക്കളും, ഭർത്താവ് മാത്രമല്ല മക്കളും രക്തസാക്ഷികളായിരിക്കുന്നു എന്ന വിവരം കിട്ടുമ്പോൾ കരൾ പൊട്ടുന്ന ചിത്രങ്ങൾ. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ, ദുരന്തങ്ങളുടെ ചിത്രങ്ങളാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ 19 ദിവസങ്ങളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ F-16 യുദ്ധവിമാനങ്ങളുടെ ബോംബിങ്ങിൽ നിന്ന് ആർക്കും രക്ഷയില്ല. മരിച്ചു കഴിഞ്ഞ 992 പേരിൽ പകുതിയോളം പെണ്ണുങ്ങളും കുട്ടികളുമാണ്. സിവിലിയന്മാരാണ് വധിക്കപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനം, നിരപരാധികളായ സിവിലിയന്മാർ. അവർ എവിടെങ്ങളിലൊക്കെയോ വെച്ച് അവർ വധിക്കപ്പെടുന്നു. അഭയം തേടുന്ന സ്ഥാനങ്ങളിൽ ഇസ്രായേൽ കൊണ്ടുവന്ന് ബോംബിടുന്നു. അതിൽ നിന്ന് ഒരു അഭയകേന്ദ്രങ്ങൾക്കും രക്ഷയില്ല. UN-ന്റെ ഒരു പാഠശാല പോലും ബോംബിങ്ങിൽ തകർന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരബദ്ധമായിരുന്നുവെന്ന് പിന്നീട് ഇസ്രായേൽ സേന കുമ്പസാരം നടത്തി. ആശുപത്രികളിൽ കൊണ്ടുവന്ന് ബോംബിടുന്നു. ഏറ്റവും ഒടുവിലത്തെ വാർത്ത, മുസ്ലിങ്ങളുടെ മക്ബറകളിൽ കൊണ്ടുവന്നുവരെ ഇസ്രായേൽ ബോംബിട്ട് കഴിഞ്ഞു എന്നാണ്. ജീവിക്കുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞ മുസ്ലിങ്ങളെയും ദ്രോഹിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ തെളിവായിരിക്കാം ഒരുപക്ഷെ അത്. അങ്ങനെ പണ്ടെങ്ങോ മരിച്ചുപോയ പാവപ്പെട്ട മയ്യത്തുകളെ പോലും വെറുതെ വിടാത്ത ബോംബിംഗാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്നത് പോലെ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് ലോക നിയമം വിലക്കിയിട്ടുള്ള മാരകമായ ആയുധങ്ങൾ പലസ്തീനിൽ ഇനി അങ്ങോട്ട് ജീവിക്കുന്ന 1, 2, 3 തലമുറകൾ വരെ ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും എന്ന തോതിൽ മാരകമായ ആയുധങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള നരവേട്ടയാണ് ഇസ്രായേൽ സേന, ലോകത്തിലെ ഏറ്റവും വലിയ ചട്ടമ്പി രാഷ്ട്രം, നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വാർത്തകളിൽ കാണാൻ കഴിയുന്നു. മരിച്ചു കഴിഞ്ഞ പിഞ്ചോമനകളെ കബറം അടക്കം നടത്തുവാൻ, മറമാടുവാൻ മക്ബറയിൽ ഇല്ലാത്ത ഒരു ദുരന്തമാണ് ഗസ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകളാണ് ഗസ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. രക്തസാക്ഷികളായ സ്വന്തം ഉപ്പമാരെയും ഉമ്മമാരെയും മക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കഫൻ പുടവകളിൽ പൊതിഞ്ഞ് എവിടെയോ കബറടക്കേണ്ടി വരുന്ന ദുരവസ്ഥ. വിദൂരങ്ങളിലുള്ള മക്ബറകളിലേക്ക് പോകണമെങ്കിൽ ഇസ്രായേൽ സേന കനിയണം. അതിന്റെ അപ്പുറത്തേക്ക് എത്തുവാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അങ്ങനെ തങ്ങളുടെ അടുത്തുള്ള തങ്ങളുടെ ഉപ്പൂപ്പമാരുടെ കബറുകൾ മാന്തി അതിൽ നിന്ന് അവശിഷ്ടങ്ങൾ മാറ്റി അവിടെ തന്നെ ഉപ്പയുടെ കബറിൽ തന്നെ മകനെ, ഉമ്മയുടെ കബറിൽ തന്നെ മകളെ അടക്കം ചെയ്യേണ്ട, മക്ബറ പോലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നൽകപ്പെടേണ്ട അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഈ വിധത്തിലുള്ള യുദ്ധത്തിന്റെ കെടുതി ഇതിനു മുമ്പ് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് സഹോദരന്മാരെ ഗസയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പിതാവ് അൽ ജസീറ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ദുരന്ത ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേറ്റ മുറിപ്പാടുകൾ, അതൊരു വലിയ ഗുഹ പോലെയാണ് നമുക്ക് തോന്നുക. ആ ദ്വാരങ്ങളിൽ കൈവച്ച് അത് ഫോട്ടോഗ്രാഫർമാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഉപ്പ ചോദിക്കുന്നുണ്ട്, എന്താണ് എന്റെ കുഞ്ഞ് ചെയ്ത തെറ്റ്? ഈ പാവം കുഞ്ഞുങ്ങൾ ചെയ്ത തെറ്റെന്താണ്? എന്തിനാണ് ജൂതപ്പട്ടാളം ഈ വിധത്തിൽ എന്റെ കുഞ്ഞിന്റെ നെഞ്ചിലേക്ക് ഈ വിധത്തിൽ നിറയൊഴിച്ചത്? എന്തിനാണ് അവൻ എന്റെ കുഞ്ഞിനെ കൊന്നത്? എന്താണ് ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്റെ കുടുംബവും ചെയ്ത അപരാധം? പലസ്തീൻ ജനത ലോകത്തോട് കുറെ കാലമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്,
ഈ ഉപ്പ ചോദിച്ചത്. ഇന്നും അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ വിധത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം നരമേധത്തിന് വിധേയമാകുവാൻ ഈ ജനത ചെയ്ത തെറ്റ്? 2 തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. ഒരു തെറ്റ് വളരെ പ്രധാനപ്പെട്ട തെറ്റാണ്. വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അവരോട് പ്രതികാരം ചെയ്യുവാനുള്ള കാരണം അജയ്യനും സ്തുത്യർഹനുമായ അല്ലാഹുവിൽ അവർ അചഞ്ചലമായി വിശ്വസിക്കുന്നു എന്നത് മാത്രമാണ്. വലിയ കുഴികൾ കുടിച്ച് വലിയ കിടങ്ങുകൾ കീറി അതിൽ തീ കത്തിച്ച് ആളിക്കത്തുന്ന തീയിലേക്ക് വിശ്വാസികളെ കൊണ്ടുവന്ന് ഓരോന്നോരോന്നായി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തീകുണ്ടത്തിന് സമീപമിരുന്ന് വിശ്വാസികളെ കരിച്ചുകൊല്ലുന്നത് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു ജനത, ഈ വിശ്വാസികൾ ഈ വിധത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുവാനുള്ള കാരണം അവർ അജയ്യനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ സമൂഹം ചെയ്ത ഒന്നാമത്തെ തെറ്റ് ഇതാണ്. ഇന്ന് ലോകത്ത് ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്നായി ഗണിക്കപ്പെടുന്നത് ഈ തെറ്റ് തന്നെയാണ്. ഈമാനിനെ ഇർഹാബെന്നും ഈമാനിനെ വിശ്വാസത്തെ ഭീകരവാദമെന്നും ഭീകരവാദത്തെ വധിക്കപ്പെടേണ്ട ശിക്ഷയെന്നും അല്ലെങ്കിൽ ജയിലിലടക്കപ്പെടേണ്ട ശിക്ഷയെന്നും നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അജയ്യനായ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അവൻ മൗലികവാദിയും തീവ്രവാദിയുമായി മുദ്രകുത്തപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ക്രൂരമായി ശിക്ഷിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും എന്ന് ലോകത്ത് ഈ അടുത്ത കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഈ തെറ്റ്. ഫലസ്തീനിലെ ജനത സ്വാഭാവികമായും ഈ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. രണ്ടാമതവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തങ്ങളുടെ നാട് പിടിച്ചടക്കിയ, തങ്ങളുടെ 5 മില്യൺ 50 ലക്ഷം വരുന്ന സഹോദരീ സഹോദരന്മാരെ ആറ്റിപ്പുറത്താക്കി തങ്ങളുടെ നാടും വീടും സ്വന്തമാക്കിയ ചട്ടമ്പികളോട് അധിനിവേശക്കാരോട് അരുത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വതന്ത്രമായ ആകാശത്ത് നൽകൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വതന്ത്രമായ ഭൂമിയെ തിരിച്ചു നൽകൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നൽകൂ, ഞങ്ങളുടെ കൃഷിയിടം തിരിച്ചു നൽകൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വായു സ്വതന്ത്രമായി ഉച്ഛസിക്കുവാനും നിശ്വസിക്കുവാനുമുള്ള അവകാശം നൽകൂ എന്നവർ ആവശ്യപ്പെട്ടു എന്ന ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭൂമി അവർ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റാണ്. ഈ ഭൂമി അവരുടേതല്ല എന്ന് ഇതുവരെ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. 1917 ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായിരുന്ന ബാൽഫർ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഫലസ്തീൻ ഭൂമിയിൽ ഉണ്ടാക്കുവാൻ ജൂതന്മാർക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഫലസ്തീനിൽ ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ വെറും 7% മാത്രമായിരുന്നു ജൂതന്മാർ. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി 1917 വെറും 4% മാത്രമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4% ഭൂമിയുള്ള 100ൽ 93 മുസ്ലിങ്ങളായ 7% മാത്രം ജൂതന്മാരുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുവാനുള്ള അവകാശം ഒരു ജനതയ്ക്കുണ്ട് എന്ന് ബാൽഫർ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. എനിക്ക് യാതൊരുവിധ അവകാശവുമില്ലാത്ത ഒരു ഭൂമിയിൽ, നിങ്ങളുടെ ഭൂമിയിൽ മൂന്നാമതൊരു കക്ഷിക്ക് അവകാശമുണ്ട് എന്ന് ഞാൻ പറയുന്നത് എത്രമാത്രം അർത്ഥശൂന്യമാണോ ആ വിധത്തിലുള്ള ഒരു വിഡ്ഢിത്തമായിരുന്നു യഥാർത്ഥത്തിൽ ബാൽഫർ പ്രഖ്യാപനം.
അവിടെ നിന്ന് അങ്ങോട്ട് അതിനു മുമ്പും പിമ്പും ഒരു ജനതയോടുള്ള ക്രൂരതകളാണ് പലസ്തീന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. കുരിശുസേന 1170 ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഫലസ്തീനിൽ ഉണ്ടായിരുന്നത് ചരിത്രം പറയുന്നത് വെറും 8 ജൂതന്മാരാണ് എന്നാണ്. 1170 വെറും 8 ജൂതന്മാരുണ്ടായിരുന്ന ഒരു പ്രദേശം. 1917 7% ജൂതന്മാരുണ്ടായിരുന്ന ഒരു പ്രദേശം. 1948 UN ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കുമ്പോൾ 31% ജൂതന്മാർ ഇസ്രായേലിലുണ്ടായിരുന്നു. 1897 തിയോഡർ ഹെർട്സൽ എന്ന് പറയുന്ന സിയോണിസ്റ്റ് നേതാവ് സ്വിറ്റ്സർലാൻഡിലെ ബാൽ പട്ടണത്തിൽ വിളിച്ചു ചേർത്ത സിയോണിസ്റ്റ് കോൺഫറൻസ് 50 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകത്തുണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും അവിടെ നിന്നങ്ങോട്ട് ആ കാലഘട്ടത്തിലെ സാമ്രാജ്യത്വങ്ങളുമായി സമവായത്തിലെത്തി നിരന്തരമായ ഗൂഢാലോചനകളിലൂടെ ഒരു രാഷ്ട്രമുണ്ടാക്കുവാൻ പണിയെടുക്കുകയും 1898 നടത്തിയ പ്രഖ്യാപനം 50 വർഷത്തിനകം ആ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഹെർട്സലിനോട് പത്രപ്രതിനിധികൾ ചോദിച്ചു, എങ്ങനെയാണ് രാജ്യമില്ലാത്ത ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സകല രാഷ്ട്രങ്ങളിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെടുന്ന ഒരു ജനത ഒരു രാഷ്ട്രമുണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ കാത്തിരിക്കുക, 50 വർഷത്തിനകം ഇസ്രായേൽ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കും എന്ന് പ്രഖ്യാപിച്ച ഹെർട്സലിന്റെ വാചകങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് 1898 നടത്തിയ പ്രഖ്യാപനം കൃത്യമായി 50 വർഷം പൂർത്തിയാകുമ്പോൾ 1948 UN ഇസ്രായേൽ രാഷ്ട്രത്തിന് ഫലസ്തീനിൽ അനുമതി നൽകിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കുന്നതാണ് ലോകം കാണുന്നത്. ഇത് സംഭവിച്ചത് എങ്ങനെയായിരുന്നു എന്ന് പറയേണ്ടതില്ല. ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനകൾ എന്തായിരുന്നു എന്ന് വിശദീകരിക്കേണ്ടതില്ല. ആ കാലഘട്ടത്തിലെ സാമ്രാജ്യത്വവും സിയോണിസവും എങ്ങനെയൊക്കെയാണ് ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും എതിരിൽ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് ഒരു രാജ്യത്ത് ഒരവകാശവുമില്ലാത്ത ഒരു സമൂഹത്തിന് ചരിത്രം എന്ന് മുതലാണോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അന്ന് മുതൽ ഫലസ്തീൻ അറബികളുടേതായിരുന്നു, അവിടത്തെ ആദിമവാസികൾ കൻആനികളായിരുന്നു എന്ന ചരിത്ര സത്യത്തെ തീർത്തും തമസ്കരിച്ചുകൊണ്ട് യാതൊരുവിധ അവകാശവും ചരിത്രപരമായി തങ്ങൾക്കില്ലാത്ത ഒരു ഭൂമിയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സകല രാഷ്ട്രങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട ഒരു ജനതയെ ഈ പ്രദേശത്ത്, പരിശുദ്ധ പ്രദേശത്ത് മുസ്ലിം ഉമ്മത്തിന്റെ നെഞ്ചിൽ മാറിൽ കൊണ്ടുവന്ന് കുടിയിരുത്തുക എന്ന് പറയുന്ന നീചവൃത്തിയാണ് സാമ്രാജ്യത്വവും സിയോണിസവും കൂടിച്ചേർന്ന് നടത്തിയത്. അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ലോകരാഷ്ട്രങ്ങളുടെ പൊതുവേദിയായ ഐക്യരാഷ്ട്രസഭ 1948 മെയ് 14 നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ തോന്നിവാസത്തെ, ഈ വൃത്തികേടിനെ ഉൾക്കൊള്ളാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് ശരിയാണ് ഫലസ്തീനിലെ ജനത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1948 രാഷ്ട്രമുണ്ടായപ്പോൾ UN നടത്തിയ പ്രഖ്യാപനം ഫലസ്തീനികൾക്കും ജൂതന്മാർക്കും ഈ പ്രദേശത്ത് രാഷ്ട്രം, അങ്ങനെ 2 രാഷ്ട്രങ്ങൾ എന്നതായിരുന്നു. ആ 2 രാഷ്ട്രങ്ങളെ പ്രയോഗവൽക്കരിക്കുവാൻ UN-ന് സാധിച്ചില്ല എന്ന് നമുക്കറിയാം. അന്ന് പറഞ്ഞ ഈ പൊറാട്ട് നാടകത്തിൽ പ്രഖ്യാപിച്ച 2 രാഷ്ട്രങ്ങൾ എവിടെയെന്ന് ചരിത്രം ചോദിച്ചിട്ടുണ്ട്. അതിന് ഇതുവരെ അന്താരാഷ്ട്ര ഈ പൊതുവേദിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഉണ്ടായിക്കഴിഞ്ഞ രാഷ്ട്രത്തിന്റെ അതിർത്തികൾ എവിടെയായിരുന്നു? അതിർത്തികളില്ലാത്ത രാഷ്ട്രം, ഇന്നും സ്വന്തമായ അതിർത്തികളില്ലാത്ത രാജ്യം. 48 ഒന്ന്, 48 പൊരിഞ്ഞ യുദ്ധം, അയൽ അറബ് രാഷ്ട്രങ്ങളുമായി മുഴുവൻ യുദ്ധം, 52 യുദ്ധം, 56 യുദ്ധം, 61 യുദ്ധം, 67 യുദ്ധം, 71 യുദ്ധം, ഇങ്ങനെ നിരന്തരമായി യുദ്ധങ്ങൾ നടത്തി തൊട്ടടുത്ത പ്രദേശമായ രാഷ്ട്രമായ സിറിയയുടെ ജൂലാൻ കുന്നുകൾ പിടിച്ചെടുത്ത്, ജോർദാനിന്റെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്ത്, ഈജിപ്തിന്റെ സീനായ് മരുഭൂമി പിടിച്ചെടുത്ത് അതിർത്തികൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചട്ടമ്പി രാഷ്ട്രം.
യൂഫ്രട്ടീസ് മുതൽ നൈൽ നദി വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ഇസ്രായേലിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ചട്ടമ്പികൾ, നിരന്തരമായി മനുഷ്യമക്കളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധപ്രഭുക്കൾ, ഗസ എന്ന് പറയുന്നത് ഫലസ്തീനിന്റെ രക്തരൂക്ഷിതമായ ചരിത്രത്തിലെ ആദ്യ അധ്യായമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 48 കൂട്ടക്കൊലകൾ, തുടർന്ന് ദേറിയാസീനിലെ കൂട്ടക്കൊല, ചാബ്രാഷാത്തിലെ കൂട്ടക്കൊല, മസ്ജിദ് ഇബ്രാഹിമിയിലെ കൂട്ടക്കൊല, അങ്ങനെ എത്രയെത്ര കൂട്ടക്കൊലകൾ. ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന നേതാവ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അയാളെ നേതാവാക്കിയത് എന്താണ്? ചാബ്രാഷാത്തിലെ കൂട്ടക്കൊലയിലെ വീരൻ, ഹീറോ എന്നതാണ് ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന മഹാന്റെ മഹാത്മ്യമായി ജൂതന്മാർ വിശ്വസിച്ചത്. 3000-ലധികം വരുന്ന സ്ത്രീകളും പിഞ്ചു പൈതങ്ങളും തമ്പടിച്ച് തമ്പുകളുണ്ടാക്കി അവിടെ സ്ത്രീകളെയും കുട്ടികളെയുമാക്കി പുരുഷന്മാർ നാടുവിട്ട സാഹചര്യത്തിൽ ഉമ്മമാരും പെങ്ങന്മാരും പിഞ്ചു കുഞ്ഞുങ്ങളുമുള്ള ഫലസ്തീനികളുടെ തമ്പുകളിലേക്ക് കയറിച്ചെന്ന് ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന കൊടും കൊലയാളി 3000-ലധികം ആളുകളെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് വധിച്ചത്. ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കീറി ചാപ്പിള്ളകൾ പുറത്തു ചാടുമ്പോൾ പൊട്ടിച്ചിരിച്ച ഏരിയൽ ഷാരോണും കൂട്ടരും, കുഞ്ഞുങ്ങളുടെ കഴുത്തെറുത്ത് അവരുടെ നെഞ്ച് പിളർന്ന് പൊട്ടിച്ചിരിച്ച ഏരിയൽ ഷാരോണും കൂട്ടരും, ഇതുപോലുള്ള സാബ്രാഷാത്തിലെ കൂട്ടക്കൊല പോലുള്ള എത്രയെത്ര കൂട്ടക്കൊലകൾ, എത്രയെത്ര മനുഷ്യരെയാണ് വധിച്ചത്, എത്രയെത്ര വീടുകളാണ് കൊള്ളയടിച്ചത്. ചില കണക്കുകൾ അനുസരിച്ച് 75,000-ലധികം ഫലസ്തീനികളുടെ വീടുകൾ ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. 50 ലക്ഷം ആളുകളെ ആട്ടിയോടിച്ചു. ആ രാജ്യത്ത് നിന്ന് 50 ലക്ഷം ആളുകളെ ആട്ടിയോടിച്ചു. ഈ 50 ലക്ഷം വരുന്ന 5 മില്യൺ വരുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾ, അവരിൽ പലരും മരിച്ചുപോയിരിക്കുന്നു. പക്ഷേ സ്വന്തം വീടിന്റെ താക്കോൽ അവർ പൈതൃകമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാട്ടിപ്പുറത്താക്കപ്പെട്ട വീടുകളുടെ താക്കോൽ, ആ താക്കോല് അവരുടെ അന്ത്യനിമിഷങ്ങളിൽ തങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും കാലത്ത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയുമ്പോൾ ഈ താക്കോലുമായി പോവുക. ശരിയാണ്, നമ്മുടെ വീടുകൾ ഉണ്ടാവുകയില്ല. പക്ഷേ ഈ താക്കോൽ നിങ്ങൾ ഒരിക്കലും കളഞ്ഞു പോകരുത് എന്ന് പറഞ്ഞ് താക്കോലേൽപ്പിച്ച് മരിച്ചു പോകുന്ന, ലോകത്തിന്റെ ഏതൊക്കെയോ കോണുകളിലും മുക്കുമൂലകളിലും മരിച്ചു പോകേണ്ടി വരുന്ന 50 ലക്ഷം ഫലസ്തീനികൾ. ഈ ഫലസ്തീനികളെ 50 ലക്ഷത്തെ ആറ്റിയോടിച്ച് അവരുടെ $562 ബില്യൺ സ്വത്ത് മുഴുവനും കൊള്ളയടിച്ച് പാവപ്പെട്ട ഈ 50 ലക്ഷം ഫലസ്തീനികളുടെ അതുപോലുള്ള 10,000ങ്ങളുടെ മയ്യത്തുകൾക്ക് മീതെ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സാമ്രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം, കൊലയാളികളുടെ ഈ രാജ്യം. ഐക്യരാഷ്ട്രസഭ ഈ ചട്ടമ്പിത്തരങ്ങൾക്കെതിരെ നിങ്ങൾക്കറിയാമല്ലോ എത്രയോ പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ആട്ടിയോടിച്ച 50 ലക്ഷത്തിന് തിരിച്ചു വരാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് മാത്രം 110 പ്രമേയങ്ങൾ ഈ UN പാസാക്കിയിട്ടുണ്ട്. ഈ ഇസ്രായേൽ നടത്തുന്ന ഓരോ നരനായാട്ടുകളുടെ വേളയിലും ഇപ്പോ ഏറ്റവും ഒടുവിൽ ഗസ വെടിനിർത്തൽ കരാർ വന്നതുപോലെ ഐക്യരാഷ്ട്രസഭയിലും സെക്യൂരിറ്റി കൌൺസിലിലും പ്രമേയങ്ങൾ വരാറുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന ഇസ്രായേലിനെ സ്വന്തം റിപ്പബ്ലിക്കാക്കി പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ വരുന്ന പ്രമേയങ്ങളെ 50-ലധികം പ്രമേയങ്ങളെ വീറ്റോ ചെയ്തു എന്ന് UN രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ വരുന്ന കൂട്ടക്കൊലകളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പ്രമേയങ്ങളെ പരമാവധി പാവപ്പെട്ട അമേരിക്കയുടെ മുമ്പിൽ ഏത്തമിടുന്ന അറബികൾ മയപ്പെടുത്തി വെറും കഞ്ഞിവെള്ളമാക്കിക്കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പേര് പോലും പ്രമേയങ്ങളിൽ എഴുതി ചേർക്കാതെ അങ്ങനെയെങ്കിലും പാസ്സാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവരുന്ന പ്രമേയങ്ങളാണ് അമേരിക്ക 50-ലധികം വീറ്റോകളിലൂടെ ദുർബലപ്പെടുത്തിയത് എന്ന് UN രേഖകൾ പറയുന്നു. ഇങ്ങനെ എത്രയെത്ര പ്രമേയങ്ങൾ വന്നു. ഈ അടുത്ത കാലത്താണ് ശതക്കണക്കിന് കിലോമീറ്റർ ദീർഘമുള്ള ഒരു മതില് പണിതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും സമത്വത്തിന്റെയും ലോകത്ത് മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കുമിടയിൽ, ഫലസ്തീനിനും ഇസ്രായേലിനുമിടയിൽ 100 കണക്കിന് കിലോമീറ്റർ ദീർഘമുള്ള ഒരു വലിയ മൺമതിലുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതില് പണിതുകൊണ്ട് ഫലസ്തീനിയുടെ വീട് മതിലിന് പുറത്തും അവന് കുടിക്കാനുള്ള വെള്ളം മതിലിന് അപ്പുറത്തുമായി ഈ വിധത്തിൽ
ഫലസ്തീനികളെ പീഡിപ്പിച്ചപ്പോൾ ആ മതിൽ പൊളിച്ചു നീക്കണമെന്ന് UN പ്രമേയം കൊണ്ടുവന്നു. ഇങ്ങനെ എത്രയെത്ര പ്രമേയങ്ങൾ. ആ പ്രമേയങ്ങൾക്ക് അതെഴുതിയ കടലാസിന്റെ അതിനുപയോഗിച്ച മഷിയുടെ വില പോലും കൽപ്പിക്കാതെ സകല പ്രമേയങ്ങളെയും തള്ളിയ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വളരെ സുരക്ഷിതമായി സുഭദ്രമായി ലോകത്ത് നിലനിൽക്കുന്നു. എത്രയെത്ര പോരാളികളെയാണ് ഈ ചട്ടമ്പി രാഷ്ട്രം വധിച്ചത്. ഷേഖ് അഹമ്മദ് യാസീൻ, ഡോക്ടർ അബ്ദുൽ അസീസ് റന്ദീസി, യഹ്യ അയ്യാസ്, അബൂശനർ, സലാ ഷഹാദ, അങ്ങനെ ധീരന്മാരായ പോരാളികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നു എന്നൊരൊറ്റ കാരണത്താൽ നിഷ്ഠൂരമായി പലയിടത്തും വെച്ച് വധിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മൊസാദിന്റെ ചാരന്മാർ ഏതെങ്കിലും വിധത്തിൽ ഫലസ്തീൻ വിമോചനത്തിന് വേണ്ടി വിരലിക്കുന്നു എന്ന് തോന്നുന്നവരെ ക്രൂരമായി കൊല ചെയ്തു. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാമെന്ന് 1980-കളിൽ 90-കളിൽ ജൂതന്മാരുടെ മുമ്പിൽ ഏത്തമിട്ട് പറയുകയും ഐക്യരാഷ്ട്രസഭ 48-ൽ പാസാക്കിയ 2 രാജ്യങ്ങൾ എന്ന പ്രമേയം അംഗീകരിക്കാമെന്ന് സമ്മതിച്ചു കൊടുക്കുകയും ഇസ്ഹാഖ് റാബീന് കൈകൊടുത്തുകൊണ്ട് പുതിയ സമാധാനത്തെക്കുറിച്ച് പറയുകയും ചെയ്ത സാക്ഷാൽ യാസർ അറഫാത്തിനെ എങ്ങനെയാണ് ഈ രാജ്യം കൈകാര്യം ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേ യാസർ അറഫാത്ത്, സമാധാന കരാറിന് വേണ്ടി കൈകൊടുത്ത അതേ യാസർ അറഫാത്ത് അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫലസ്തീനിന്റെ മഹാനായ പ്രസിഡന്റിന്റെ വസതിയിൽ കൊണ്ടുവന്ന് ബോംബിടുകയും അങ്ങനെ യാസർ അറഫാത്തിന്റെ വീട് തകരുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അങ്ങനെ അരണ്ട മെഴുകുതിരി വെളിച്ചത്തിൽ ഇസ്രായേലുമായി കരാറിലെത്തിയ ഫലസ്തീനിന്റെ പ്രസിഡന്റ് നിസ്സഹായനായിരിക്കുന്നതും ആയ ചിത്രം നമ്മുടെ മലയാള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇതാണ് സഹോദരന്മാരെ ഇസ്രായേൽ. ഞാനിത് പറയുന്നത്, ഈ ഒരു രാഷ്ട്രം, ഇതൊക്കെ ചെയ്തു കൂട്ടിയ രാഷ്ട്രം, 10,000-ങ്ങളെ കൂട്ടക്കൊല ചെയ്ത രാഷ്ട്രം, അന്യായമായി ജനങ്ങളെ 50 ലക്ഷത്തെ ആട്ടിപ്പുറത്താക്കിയ രാജ്യം, അവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളെ മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം, മതിലുകൾ പണിത് വംശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം, ലോകത്തുള്ള മറ്റു സമൂഹങ്ങളൊക്കെ ജൂതന്മാർക്ക് സഞ്ചരിക്കാനുള്ള കഴുതകളാണ് എന്ന് എഴുതിവെച്ചത്, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ എഴുതിവെച്ചത് ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം, ഇങ്ങനെയുള്ള ഒരു ചട്ടമ്പി രാഷ്ട്രം ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് മേലെ പുറത്തുന്ന ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിന്റെ കാരണം ഹമാസിന്റെ മിസൈലുകളാണ്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, ജോർജ് ബുഷ് അയാളുടെ അവസാന കാലത്ത് നടത്തിയ കുമ്പസാരം തെറ്റ് ഏറ്റുപറഞ്ഞു എന്ന വാർത്തയുടെ തലക്കെട്ട് ആകാംക്ഷയോടുകൂടി നമ്മൾ വായിച്ചപ്പോ ഏത് തെറ്റുകളെയാണ് ഇയാൾ ഏറ്റുപറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏത് തെറ്റുകളെയാണ് ഇയാൾ ഏറ്റുപറയുന്നത്? ആകപ്പാടെ അയാൾ ഏറ്റുപറഞ്ഞ തെറ്റ് അബൂ ഖുറൈബിലെ ജയിലുകളിൽ നടന്ന മർദ്ദനങ്ങൾ, പീഡനങ്ങളാണ്. ഇറാഖിൽ രാസായുധങ്ങൾ, മാരകമായ ആയുധങ്ങൾ കണ്ടെത്താനായില്ല എന്നതൊരു തെറ്റായിരുന്നുവെന്ന് അയാൾ പറയുന്നു. അപ്പോഴും അയാൾ ആണിയിടുന്നുണ്ട്, ഹമാസിനോട് അയാൾ ശാസിക്കുന്നുണ്ട്, ഹമാസിനെ അയാൾ ശാസിക്കുന്നുണ്ട്, ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നത് ഹമാസ് നിർത്തണം എന്ന്. ഞാൻ ആദ്യം ഇസ്രായേലിനെ പറ്റി പറഞ്ഞത് ചരിത്രത്തെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് വായിക്കരുത് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഇവരൊക്കെ ചെയ്യുന്നത് ചരിത്രത്തെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് വായിക്കുകയാണ്. ചരിത്രത്തിന്റെ ആദ്യം വായിക്കാതെ, വരിയുടെ തുടക്കം വായിക്കാതെ വരിയുടെ പകുതി വായിക്കുകയും ആകപ്പാട് ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം ഹമാസ് എന്ന് പറയുന്ന നിസ്സഹായരായ കുറെ ജനങ്ങളുടെ ഒരു ചെറിയ കൂട്ടം, ഒരു കൊച്ചുകൂട്ടം, ആദ്യം കൽച്ചീളുകൾ ഉപയോഗിച്ച് ആരംഭിച്ച ഇൻതിഫാദ, അവരെവിടെ നിന്നൊക്കെയോ പെറുക്കിക്കൊണ്ടുവരുന്ന ഇരുമ്പ് തകിടുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരമാനുഷികമായ ഇടപെടൽ എന്ന അർത്ഥം കൊണ്ട് മാത്രം വിജയിക്കുന്ന ഇരുമ്പ് തകിടുകൾ കൊണ്ടുണ്ടാക്കുന്ന അൽ ഖസ്സാം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തോട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണിപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നതാണ്. ആകപ്പാടെ തിരുത്തപ്പെടേണ്ട ഒരു തെറ്റേ ലോകത്തുള്ളൂ. ജോർജ് ബുഷ് ഇന്നും ഇന്നലെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആകപ്പാടെ ലോകത്ത് തിരുത്തപ്പെടേണ്ട ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. ഹമാസ് മിസൈല് അയക്കുന്നത് നിർത്തണം. ബാക്കിയുള്ള ഇസ്രായേൽ 1948 മുതൽ നടത്തിയ
ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചരിത്രത്തിലെ തെറ്റുകളല്ല. എവിടെയാണ് ജനീവ കരാർ? സിവിലിയന്മാരെ വധിക്കരുത് എന്ന് പറയുന്ന ജനീവ കരാർ എവിടെ? ആശുപത്രികളിലും പാഠശാലകളിലും ബോംബിടരുത് എന്ന് പറയുന്ന ജനീവ കരാർ എവിടെ? നിരപരാധരായ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജനീവ കരാർ എവിടെ? മാരകമായ ആയുധങ്ങൾ ഒരു സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജനീവ കരാറും ലോകത്തിലെ മനുഷ്യാവകാശ നിയമങ്ങളും UN ചാർട്ടറും എവിടെ? ഇതേപ്പറ്റിയൊന്നും ആർക്കും ഒന്നും പറയാനില്ല. ഇത് മുഴുവനും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതേപ്പറ്റി തീർത്തും മൗനം പാലിക്കുകയും ചരിത്രത്തിന്റെ ആദ്യങ്ങളെ അവഗണിക്കുകയും വിസ്മരിക്കുകയും എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹമാസിന്റെ അൽ-ഖസ്സാം മിസൈലുകൾ മാത്രമാണ് ലോകത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം, അസമാധാനത്തിന്റെ ഹേതു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് ലോകത്താണ് സഹോദരിമാരെ നമ്മൾ ജീവിക്കുന്നത്? ഇസ്രായേലിലെ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങൾ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് എന്ന് ഈ യുദ്ധപ്രഭുക്കൾ ടെൽ അവീവിൽ നിന്ന് വിളിച്ചു പറയുക. വാഷിംഗ്ടണിലും പാരീസിൽ നിന്നും അത് കുറെ ഇവരുടെ മേലാളന്മാർ അല്ലെങ്കിൽ ഇവരുടെ കീഴിൽ ജീവിക്കുന്ന ഇവരുടെ ഏറാൻ മൊഴികൾ ഏറ്റുപറയുക. ഈ വൈരുദ്ധ്യത്തെയാണ് ഇന്ന് ലോക നിയമം എന്ന് പറയുന്നത്. ഈ വിഡ്ഢിത്തത്തെയാണ് ഇന്ന് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ വിവരക്കേടിനെയാണ് ഇന്ന് സമത്വം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ലോകം മൗനത്തോടുകൂടി സ്വീകരിക്കുകയാണ്. ഇതിന്റെ നേതൃത്വം നൽകുന്ന ജോർജ് ബുഷ്, അയാളെ ചെരിപ്പെറിഞ്ഞത് ലോകത്തിലെ ഒരു മഹത്കൃത്യമായി അമേരിക്കൻ വിരോധികൾ കൊണ്ടാടിയത് വെറുതെയല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു പാവപ്പെട്ട ഇറാഖിലെ പത്രപ്രവർത്തകൻ കൊള്ളാതെ പോയ ഒരു ചെരുപ്പേറ് നടത്തിയത് ലോകത്തിലെ വലിയ സംഭവമായി. ഷെയ്ഖ് യൂസുഫ് ഖർദാവി പറഞ്ഞതുപോലെ ബദറിൽ നേടിയ വിജയത്തെ പോലെയാണ് ലോകത്തുള്ള അമേരിക്കൻ വിരുദ്ധർ ആ ചെരുപ്പേറിനെ കൊണ്ടാടിയത്. ആ പാവപ്പെട്ട പത്രപ്രവർത്തകനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടും പിന്തുണ പ്രഖ്യാപിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രകടനം നടന്നു. ഷെയ്ഖ് യൂസുഫ് ഖർദാവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സുന്ദരമായ ഒരു കവിത ചൊല്ലി ഈ ചെരുപ്പേറിനെ പറ്റി. فإذا قذفنا بالنعال وجوههم شكت النعال بأي ذنب ينجسوا فإذا قذفنا بالنعال وجوههم شكت النعال بأي ذنب ينجسوا. നമ്മൾ നമ്മുടെ ചെരുപ്പ് കൊണ്ട് അവരുടെ മുഖത്തേക്കെറിഞ്ഞാൽ ഈ ചെരുപ്പുകൾ ചോദിക്കും, ഇത്രമാത്രം എന്ത് തെറ്റാണ്, ഇങ്ങനെ ഞങ്ങൾ വൃത്തികേടാകുമാറ് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഈ ചെരുപ്പുകൾ ചോദിക്കും എന്ന്. ഞങ്ങൾ പരിശുദ്ധരായ ചെരുപ്പുകളെ ഈ വൃത്തികെട്ട മുഖങ്ങളിലേക്ക് എറിഞ്ഞ് ഞങ്ങളുടെ ഈ പരിശുദ്ധി നിങ്ങൾ എന്തിനാണ് നഷ്ടപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്ന ചെരുപ്പുകൾ. അത്രയും വൃത്തികെട്ട മുഖം, അത്രയും ലോകം വെറുക്കുന്ന മുഖം, ഏറ്റവും അധികം വെറുക്കപ്പെട്ട മുഖം, ആ മുഖത്തേക്ക് പാവപ്പെട്ട പത്രപ്രവർത്തകനെറിഞ്ഞ ചെരുപ്പ്, ആ ഷൂസ് ഉണ്ടല്ലോ, വിശുദ്ധമായ ആ ഷൂസ്, ലോകത്ത് കൊണ്ടാടപ്പെട്ട ആ ഷൂസ്, അതുപോലുള്ള വൃത്തിയുള്ള ഷൂസുകൾ ഇതുപോലുള്ള വൃത്തികെട്ട മുഖത്ത് ചെന്ന് തറച്ചാൽ ഏറ്റാൽ ഈ വൃത്തികെട്ട മുഖങ്ങളിലേക്ക് എറിയുമാറ് വിശുദ്ധമായ ഞങ്ങൾ ചെരുപ്പുകൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്ന ചെരുപ്പുകൾ. അത്രയും വൃത്തികെട്ട മുഖത്തേക്കാണ് ഈ പാവപ്പെട്ട വിശുദ്ധമായ ചെരുപ്പെറിയപ്പെട്ടത് എന്നാണ് ഷെയ്ഖ് യൂസുഫ് ഖർദാവി സൂചിപ്പിച്ചത്. അതായിരുന്നു ശരി. ചെരുപ്പുകൾ പോലും വൃത്തികേടാകുമാറുള്ള മുഖമാണ് ഈ മുഖം എന്ന് അയാള് ഏറ്റവും അവസാനം നടത്തിയ കുംഭസാരത്തിലൂടെയും അയാൾ യഥാർത്ഥത്തിൽ എന്താണ് അർഹിക്കുന്നത് എന്ന് അയാൾ ബോധ്യപ്പെടുത്തി. ഇതാണ് സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒരു ലോകത്തിരുന്നു കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു ലോകത്തിരുന്നു കണ്ടാണ് ഗസ്സയിൽ പിടഞ്ഞു വീഴുന്ന പിഞ്ചുമക്കളെ പറ്റി നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങളുടെ മനുഷ്യപ്പറ്റില്ലാത്ത ചെന്നായ്ക്കളുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് മരിച്ചു വീഴുന്ന മനുഷ്യരുടെ ചിന്നിച്ചിതറിയ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മറമാടാൻ മണ്ണില്ലാത്ത
ഒരു ജനതയെപ്പറ്റി നമ്മൾ വിലപിക്കുന്നത്. ഈ വിലാപം കേൾക്കുവാൻ ലോകത്ത് ആളുകൾ വളരെ കുറവാണ്. ധീരമായ ഒരു നടപടിയായിരുന്നു വെനിസ്വേലയുടെ ചാവേസ് നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഈ അറബ് ഭരണാധികാരികളുടെ തുണിയുരിയുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അവരെടുത്തിരിക്കുന്ന വസ്ത്രം അവരുടെ ശരീരത്തിൽ നിന്ന് വീണുപോയി. അത്രയധികം ലജ്ജയുടെ ഒരംശമെങ്കിലുമുള്ള ഏതൊരു ഭരണാധികാരിയും ലജ്ജിച്ച് തലതാഴ്ത്തുമാറുള്ള ധീരമായ ഒരു നടപടിയായിരുന്നു വെനിസ്വേലയുടെ ചാവേസ് നടത്തിയത്. ഇതൊന്നും ഫലസ്തീനിലെ തങ്ങളുടെ സഹോദരന്മാർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിൽ കറങ്ങുന്ന അറബ് ഭരണാധികാരികൾ കഴിയുന്നത്ര ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ട് സായുജ്യമടയുവാനാണ്, അവസരം മുതലെടുക്കുവാനാണ് ശ്രമിച്ചത് എന്നത് ദുഃഖത്തോടുകൂടി നമുക്ക് പറയേണ്ടി വരുന്നു. ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ലോകത്ത് നിലനിൽക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണ് എന്നറിഞ്ഞ് ആ പ്രസ്ഥാനം ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഇസ്ലാമിക പ്രവിശ്യ ഉണ്ടാക്കി ഭരണം നടത്തുന്നത് ഞങ്ങൾ അറബ് ഭരണകൂടങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കി ഇസ്രായേലിനും അമേരിക്കക്കും ഒപ്പം ചേർന്നുകൊണ്ട് ഹമാസിന്റെ കഥകടിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ വളരെ ഭംഗിയായി ചില അറബ് ഭരണകൂടങ്ങൾ നടത്തിയെന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 54-56 അറബ് രാഷ്ട്രങ്ങൾ ഈ പ്രശ്നത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മറുപടി ഈ തരത്തിലുള്ളതാണ്, ഈ വിധത്തിലുള്ളതാണ്, ഇത്രയും നാണം കെട്ട തരത്തിലുള്ളതാണ്. ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവർക്കറിയാം പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിക രാഷ്ട്രീയത്തെയാണ്. ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവർക്കറിയാം ഇജ്ജത്ത് ഉയർത്തിപ്പിടിക്കണമെന്ന് ആത്മാഭിമാനത്തോടുകൂടി അന്യരുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. PLO എന്ന് പറയുന്ന ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം അതുണ്ടായ 60കളിലും തുടർന്ന് 70കളിലും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ ഫലസ്തീൻ പ്രശ്നത്തെ നോക്കിക്കാണുകയും ജിഹാദ് മാത്രമാണ് ഫലസ്തീൻ മോചനത്തിന്റെ ഏക പോംവഴി എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നെങ്കിലും നിരന്തരമായ ഇസ്രായേൽ ലോബിയുടെ ലോകത്തെങ്ങാനുമുള്ള പ്രവർത്തനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നിരാശപ്പെട്ട് ജൂതന്മാരുമായി സമവായത്തിലെത്താൻ ചർച്ച ആരംഭിക്കുകയും UN-ന്റെ പ്രമേയങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും അവസാനമായി ഇസ്രായേൽ കൈവച്ച് നീട്ടിയ ഇസ്രായേൽ കൊടുക്കുന്ന ദാനം നൽകുന്ന ഫലസ്തീൻ ഭൂമിയുടെ വെറും 2%, ഗസ, ജെറീക്കോ, അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ വെറും ഫലസ്തീൻ ഭൂമിയുടെ 2% മാത്രം നൽകുന്ന ഒരു കരാർ PLOയുടെ മുമ്പിൽ വെക്കുകയും പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നുമില്ലാതെ അല്ലറ ചില്ലറ മുനിസിപ്പാലിറ്റി ഭരണം ഈ PLOയെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കരാർ ചുട്ടെടുത്തപ്പോൾ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വഴങ്ങി അവസാനം ഇസ്രായേലും അമേരിക്കയും പറയുന്നിടത്ത് ഒപ്പുവെക്കേണ്ടുന്ന ഒരു പരുവത്തിലേക്ക് വീണുപോയപ്പോഴാണ് ഇതൊരിക്കലും ഫലസ്തീൻ മോചനത്തിന്റെ മാർഗമല്ല. ഫലസ്തീൻ ഭൂമി ഇസ്ലാമിന്റെ വഖഫാണ്. ഇസ്ലാമിന്റെ വഖഫ് ഭൂമിയാണ് ഫലസ്തീൻ. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങളുടെ ഖിബ്ലയാണ്. ഈ നാടിന്റെ ഓരോ ഇഞ്ചും ലോകത്ത് ജനിച്ചു കഴിഞ്ഞതും ജനിക്കാനിരിക്കുന്നതുമായ അന്ത്യനാൾ വരെയുള്ള ഓരോ മുസ്ലിമിന്റെയും സ്വത്താണ് എന്നതിനാൽ ഏതെങ്കിലും ഒരു അറബ് നേതാവിനോ ഏതെങ്കിലും ഒരു മുസ്ലിമിനോ ഒരു ഭരണാധികാരിക്കോ മുഴുവൻ മുസ്ലിം ഭരണാധികാരികൾക്ക് ഒന്നിച്ചോ ഒരിക്കലും ഫലസ്തീന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയുടേതായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അവകാശമില്ല എന്നും ശറഈയായി ദീനിയായി അതൊരിക്കലും അനുവദനീയമല്ല എന്നും ഫലസ്തീനിന്റെ ഭൂമിയുടെ തുണ്ടിൽ നിന്ന് ഒരു ചാണ് പോലും വിട്ടുകൊടുക്കുവാൻ ഒരു നേതാവിനും ഒരു സംഘടനയ്ക്കും ഒരു ഭരണാധികാരിക്കും ഒരു ഭരണകൂടങ്ങൾക്കും ഭരണകൂടങ്ങളുടെ കൂട്ടായ്മകൾക്കും അവകാശമില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പറയുന്നിടത്ത് ഒപ്പുവെക്കുവാനും അവരെ കുമ്പിടാൻ പറയുമ്പോഴേക്ക് കാൽക്കൽ വീഴുവാനും സാധ്യമല്ല എന്നത് അവരുടെ നിലപാടായിരുന്നു. ഫലസ്തീനിലെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന പ്രസ്ഥാനം നിർബന്ധിതമായ സാഹചര്യത്തിൽ വഴിമാറുകയും ജിഹാദ് വഴിമാറിയ ഒരു സാഹചര്യത്തിൽ PLO ജിഹാദ് ഉപേക്ഷിച്ചുകൊണ്ട് സമവായത്തിന്റെ മാർഗത്തിലേക്ക് ഒരു വഴിത്തിരിവിലേക്ക് പ്രവേശിച്ച നിർണായകമായ ഒരു ഘട്ടത്തിൽ ജിഹാദ് എന്ന് പറയുന്ന വിശുദ്ധമായ പ്രക്രിയയിലൂടെ ഫലസ്തീന്റെ മോചനം സാധ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
1987 ഷേഖ് അഹമ്മദ് യാസീന്റെയും ഡോക്ടർ അബ്ദുൽ അസീസ് റന്തീസിയുടെയും നേതൃത്വത്തിൽ രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഹമാസ്. ഇത് എല്ലാ ഭരണകൂടങ്ങൾക്കും അറിയാം. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മാത്രമല്ല, മുസ്ലിം രാജ്യങ്ങളിൽ അധികാരങ്ങൾ വാഴുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കും അറിയാമായിരുന്നു ഹമാസ് ആരാണ്, എന്താണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണത്. അതിന്റെ മാതൃപ്രസ്ഥാനം അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ ഞങ്ങളുടെ മാതൃപ്രസ്ഥാനം അൽ ഇഖ്വാനുൽ മുസ്ലിമൂനാണ്. 1928 ഈജിപ്തിൽ രൂപീകൃതമായത് മുതൽ ഇമാം ഹസനുൽ ബന്ന അവരുടെ അതിന്റെ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ പ്രഥമ സ്ഥാനത്ത് പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഫലസ്തീൻ പ്രശ്നം. 1917 ബാൽഫർ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അന്നത്തെ സാമ്രാജ്യത്വമായ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ അറിവോടും അനുവാദത്തോടും കൂടി ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ ഉണ്ടായിരുന്ന ഫലസ്തീനിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജൂതന്മാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ലോകത്തെ ഉണർത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഇഖ്വാനുൽ മുസ്ലിമൂൻ 1935 അതിനുവേണ്ടി പോരാടിയ ഇസ്സുദ്ദീനുൽ ഖസ്സാം എന്ന് പറയുന്ന മഹാനായ നേതാവിന്റെ കാൽപ്പാടുകളിൽ ആ മാർഗത്തിൽ രക്തസാക്ഷിയായ ഇസ്സുദ്ദീനുൽ ഖസ്സാമിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി ഫലസ്തീൻ ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് കൈമോശം വരാൻ പാടില്ല എന്ന വാശിയോടുകൂടി രംഗത്ത് നിൽക്കുകയും അവരുടെ മാധ്യമങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും 1948 മെയ് മാസത്തിൽ UN ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഫലസ്തീനിൽ നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന അറബി രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഈജിപ്തിന്റെ കെയ്റോ നഗരത്തിൽ വമ്പിച്ച ഒരു ജനാവലിയെ അണിനിരത്തിക്കൊണ്ട് 10,000 പങ്കെടുത്ത ഒരു പ്രകടനത്തിന്റെ അന്തിമഘട്ടത്തിൽ മഹാനായ ഇമാം ഹസനുൽ ബന്ന ഷഹീദ് പ്രഖ്യാപിച്ചു, ഹേ ഫലസ്തീൻ, നിന്റെ മോചനത്തിന് വേണ്ടി ഞാനിതാ 10,000 രക്തസാക്ഷികളെ സംഭാവന ചെയ്യുന്നു. അങ്ങനെ 10,000 വരുന്ന രക്തസാക്ഷ്യം മോഹിച്ച് ഹബ്ബി റീഹൽ ജന്നത്തി ഹബ്ബി, സ്വർഗത്തിന്റെ പരിമളമേ അടിച്ചു വീശുക എന്ന പാട്ടും പാടി ഫലസ്തീനിലേക്ക് ജിഹാദിന് കടന്ന ഇഖ്വാനികൾ നടത്തിയ ധീരമായ പോരാട്ടം. അറബ് ഭരണകൂടങ്ങൾ പിന്നീട് സൈന്യത്തിലേക്ക് വന്നു ചേർന്നെങ്കിലും ഈജിപ്തിന്റെയും ജോർദാന്റെയും സിറിയയുടെയും സൈന്യങ്ങൾ അന്തം വിട്ടു നിൽക്കുമ്പോൾ ശക്തമായ പോരാട്ടത്തിലൂടെ ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ നൽകി മുന്നോട്ടു പോയ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ പ്രവർത്തകർ, പോരാളികൾ, ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ യുദ്ധമെങ്ങാനും അങ്ങനെ മുന്നോട്ടു പോയിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇന്ന് ലോക ഭൂപടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. പക്ഷെ അത് വേഗം ജൂതരാഷ്ട്രവും അമേരിക്കയും ബ്രിട്ടനും തിരിച്ചറിഞ്ഞു. വെടിനിർത്തൽ കരാറിനെ പറ്റി അവർ വർത്തമാനം പറഞ്ഞു. അങ്ങനെ അറബ് ഭരണകൂടങ്ങളെ വെടിനിർത്തൽ കരാറിനെ അവർ സമ്മതിപ്പിച്ചു. വെടിനിർത്തൽ കരാർ രംഗത്ത് വന്നു. ഇഖ്വാൻ പോരാളികളെ ഒറ്റപ്പെടുത്തി യുദ്ധഭൂമി. ഈ വെടിനിർത്തൽ കരാറിനിടയിൽ ശക്തമായ സന്നാഹങ്ങൾ. ജൂതന്മാർക്ക് എപ്പോഴും വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് അടുത്ത യുദ്ധത്തിനുള്ള മുന്നൊരുക്കത്തിനുള്ള ഒരു ഇടവേള മാത്രമാണ്. അവർ പരാജയപ്പെടുമ്പോൾ എടുത്തു മാറ്റുന്ന ഒരു അടവുതന്ത്രം മാത്രമാണ് വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത്. ഇത്തവണയും ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ UN സെക്യൂരിറ്റി കൗൺസിലിൽ ചുട്ടുകൊണ്ടുവന്ന വെടിനിർത്തൽ പ്രമേയം നിങ്ങൾക്കറിയുമോ? ഇസ്രായേലിന്റേതായിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയ ഒരു പ്രമേയമായിരുന്നു അത്. കരയുദ്ധം ആരംഭിച്ച് കാര്യമത്ര നിഷ്പ്രയാസം ലക്ഷ്യം നേടുക സാധ്യമല്ല, ഹമാസ് പോരാളികളെ നശിപ്പിക്കുക സാധ്യമല്ല എന്ന് ആദ്യ നിമിഷങ്ങളിൽ തന്നെ ബോധ്യപ്പെട്ട ഇസ്രായേൽ മുഖം മിനുക്കുവാനും രക്ഷപ്പെടുവാനും വേണ്ടി അവസാനം ആദ്യം വീമ്പ് പറഞ്ഞത് നടപ്പില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അമേരിക്കയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. പക്ഷെ ആ പ്രമേയം അവതരിപ്പിച്ച മാത്രയിൽ ആദ്യമായി അതിനെ തള്ളിക്കളഞ്ഞത് ഹമാസ് എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ആൺകുട്ടികളുടെ ഈമാനിന്റെ ആർജവമുള്ള പോരാളികളുടെ പ്രസ്ഥാനമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെടിനിർത്തൽ കരാർ വരുമ്പോ സാധാരണ ജൂതന്മാർക്ക് പരിചയമുള്ള വിധത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് തൽക്കാലം തലയൂരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന വിധത്തിൽ ഹമാസ് എന്ന് പറയുന്ന പോരാട്ട പ്രസ്ഥാനം അതിന് 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് വിചാരിച്ചവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന പ്രമേയങ്ങളൊന്നും യുദ്ധഭൂമിയിൽ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത
18 മാസമായി പട്ടിണിക്കിട്ട് ഗസയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിഡിത്തം, ഈ തോന്നിവാസം അവസാനിപ്പിക്കാത്ത, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്ന നടപടികൾ സ്വീകരിക്കാത്ത, അതിർത്തികൾ തുറക്കാത്ത ഒരു വെടിനിർത്തൽ കരാറിനെ പറ്റി ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആദ്യമായി ഹമാസ് പ്രഖ്യാപനം നടത്തുമ്പോഴാണ് അവസാനം ഈ പ്രമേയം ചുട്ടെടുത്ത അമേരിക്കക്ക് തങ്ങൾ കൊണ്ടുവന്ന് തങ്ങൾ അംഗീകരിച്ച ഒരു പ്രമേയം ഹമാസ് സ്വീകരിക്കാതെ പോകുന്നത് തങ്ങൾക്ക് ലോകത്ത് വലിയ പേര് ദോഷമുണ്ടാക്കും, തങ്ങളുടെ ഹൈബത്തിന് ഗാംഭീര്യത്തിന് ക്ഷതമേൽക്കും എന്ന് തോന്നിയപ്പോ അവര് തന്നെ ഉണ്ടാക്കിയ പ്രമേയത്തിൽ നിന്ന് അവര് തന്നെ വിട്ടുനിൽക്കുന്ന വേറെ ഒരു വേഷം കെട്ടൽ ലോകം കണ്ടത്. കൊണ്ടാലിസ റൈസ് കുറെ ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രമേയമായിരുന്നു അത്. ആ പ്രമേയത്തിന് അനുകൂലമായി അവർ തന്നെ വോട്ട് ചെയ്യുന്നില്ല. ആ പ്രമേയം ഇസ്രായേൽ പിന്നെ തള്ളിക്കളഞ്ഞു. അപ്പൊ ഇതുപോലെയാണ് ഞാൻ പറയുന്നത് വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ചില തന്ത്രങ്ങൾ, അടവുതന്ത്രങ്ങൾ മാത്രമാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം. കരാറുകൾക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫബിമാനഖ്ദിഹിം മീസാഖഹും, ജൂതന്മാരുടെ പ്രത്യേകത അവർ കരാർ ലംഘിക്കുന്നവരാണ്, അവർ പ്രവാചകന്മാരെ വധിക്കുന്നവരാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ അവരുടെ സ്ഥിരസ്ഥായിയായ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് ഹമാസും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും യാസർ അറഫാത്തും കൂട്ടരും ഓരോരോ തവണ അമേരിക്കയ്ക്ക് വേണ്ടി കരാറുകളിൽ ഒപ്പിടുമ്പോൾ, മാഡ്രിഡ് കരാർ, ഓസ്ലോ കരാർ, ശർം ഷെയ്ഖ് കരാർ, അങ്ങനെ എത്രയെത്ര കരാറുകളിലേക്കാണ് പാവപ്പെട്ട യാസർ അറഫാത്തിനെ അമേരിക്കയും ഇസ്രായേലും വലിച്ചുകൊണ്ടുപോയത്. പാവപ്പെട്ട ആ മനുഷ്യൻ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഒപ്പുവെച്ചു കൊടുത്തത്. ആ കരാറുകൾക്കൊക്കെ എന്ത് വിലയാണ് ജൂതന്മാര് നൽകിയത്? ആകപ്പാടെ നൽകിയ ഈ 2% ഭൂമിയിലേക്ക് എത്ര തവണയാണ് ജൂതപ്പട്ടാളം വീണ്ടും കയറിയത്? എത്ര തവണയാണ് F-16 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബിട്ടത്? പലസ്തീൻ സ്വയംഭരണാവകാശം നൽകിയെന്ന് പറയുകയും യാസർ അറഫാത്തിനെ അതിന്റെ പ്രസിഡന്റായി വാഴിക്കുകയും അവിടെ അവരുടെ ഭരണമാണ് നടക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു രാജ്യം, ആ രാജ്യത്തേക്ക് കടന്നു കയറുക, കരാറുകൾ ലംഘിക്കുക, ആ രാജ്യത്തെ പൗരന്മാരെ വധിക്കുക, ഏറ്റവും ഒടുവിൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന് തന്നെ അയാളുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ബോംബിടുക, അയാൾക്ക് വൈദ്യുതി നിഷേധിക്കുക, അയാൾക്ക് പുറം ലോകത്തേക്കുള്ള സഞ്ചാരം തടയുക, ലോകത്തിൽ നിന്ന് അയാൾ ഒറ്റപ്പെടുത്തുക, ഏറ്റവും ഒടുവിൽ മാരകമായ വിഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിന്റെ നേതാവായ ഖാലിദ് മിഷേലിനെ പണ്ട് ജോർദാനിൽ വെച്ച് ഏതുപോലെയാണോ കൊല്ലാൻ ശ്രമിച്ചത്, ആ വധം ഒരിക്കലും ഒരു ക്ഷിപ്ര സാധ്യമായ ഒരു പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു വധമല്ല. ഖാലിദ് മിഷേലിന്റെ ചെവിയുടെ അടുത്തേക്ക് ഒരു യന്ത്രം കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു മൊസാദിന്റെ ചാരൻ, ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഒരു പ്രവർത്തകൻ. പക്ഷേ ഹമാസിന്റെ ഖാലിദ് മിഷേലിന്റെ സെക്യൂരിറ്റി ഉടനെ തന്നെ ചാടി വീഴുകയും അയാളെ കീഴടക്കുകയും ചെയ്തു. അയാളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വലിയ വിലയാണ് ജോർദാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. ആ വില ഇസ്രായേൽ നൽകി. ഈ വിധത്തിൽ ജൂതന്മാർക്ക് ആളുകളെ കൊല്ലാൻ അറിയാം. യാസർ അറഫാത്ത് അങ്ങനെ യാസർ അറഫാത്തിനെ കൊല്ലാതെ കൊന്നു. കൈകൊടുത്ത അതേ പാവപ്പെട്ട യാസർ അറഫാത്തിനെ ഈ വിധത്തിൽ ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമാക്കി. നിന്ദ്യമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടു. ഇതാണ് ജൂതന്മാർ. അവർക്ക് കരാറുകളുടെ വില എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ 948 വെടിനിർത്തൽ എന്ന നാടകവുമായി രംഗത്ത് വന്ന് അറബികളെ തന്ത്രപൂർവ്വം കെണിയിലാക്കി അമേരിക്കയും ഇസ്രായേലും. ഇഖ്വാന്റെ പോരാളികളെ തോൽപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇഖ്വാനിന്റെ ശക്തി ആദർശത്തിന്റെ ശക്തിയാണ്, ആയുധത്തിന്റേതല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സഹോദരന്മാരെ, ഇന്നും സ്വാതന്ത്ര്യം കിട്ടാത്ത നിരോധം ആരംഭിക്കുന്നത് അന്ന് 948 അത് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫലസ്തീനിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജാരസന്തതിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോരാടിയ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ പോരാളികൾ ഈജിപ്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഈജിപ്തിന്റെയും ഇസ്രായേലിന്റെയും അതിർത്തികളിൽ ഈജിപ്ത് സൈന്യം ഇഖ്വാന്റെ പോരാളികളെ സ്വീകരിക്കേണ്ടതിന് പകരം ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും വേണ്ടിയിട്ട് പോരാടിയ മഹാന്മാർ എന്ന അർത്ഥത്തിൽ സ്വീകരിക്കേണ്ടതിന് പകരം
കയ്യാമം വെച്ചുകൊണ്ട് അവരെ ജയിലുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന പ്രസ്ഥാനം തുടർന്ന് നിരോധിക്കപ്പെടുകയായിരുന്നു. ഇമാം ഷഹീദ് അസ്നുൽ ബന്ന വധിക്കപ്പെടുകയായിരുന്നു. ഇതൊക്കെയും ജൂതരാഷ്ട്രത്തിനെതിരെ പോരാടുന്ന ഒരു പ്രസ്ഥാനം ലോകത്ത് നിലനിൽക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തീരുമാനത്തിന്റെ ഫലമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ പേരമക്കൾ, അവരുടെ പിന്മുറക്കാർ, അവരുടെ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് പുറത്തു വന്ന പുതിയ തലമുറ ഹമാസ്, അതാണ്. ഇഖ്വാനുൽ മുസ്ലിമൂൻ പ്രവർത്തനം നിർത്തിയില്ല ഫലസ്തീനിൽ. അവർ അടിത്തട്ടുകളിൽ പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് അറബ് ദേശീയത വേണോ, സെക്യുലറിസം വേണോ, ഇസ്ലാം വേണോ? നമ്മുടെ മോചനത്തിന്റെ മാർഗം അറബ് ദേശീയതയാണോ, ഇസ്ലാമാണോ? നമ്മുടെ മോചനത്തിന്റെ മാർഗം സമവായമാണോ, പോരാട്ടമാണോ? ജൂതന്മാർക്ക് മനസ്സിലാവുക ശക്തിയുടെ ഭാഷയാണോ, അതല്ല സമവായത്തിന്റെ ഭാഷയാണോ? ജൂതന്മാർ എന്നാണ് സമവായത്തിലൂടെ ലോകത്തിന് വഴങ്ങിയിട്ടുള്ളത്? ജൂതന്മാർ എന്നാണ് കരാറുകൾ അംഗീകരിച്ചിട്ടുള്ളത്? ജൂതന്മാർ എന്നാണ് മനുഷ്യത്വവും മാന്യതയും കാണിച്ചിട്ടുള്ളത്? ഈ ജൂതന്മാരോട് ജിഹാദ് നടത്തിക്കൊണ്ട് നാം നമ്മുടെ ഭൂമി വീണ്ടെടുക്കുകയാണോ വേണ്ടത്? അതല്ല പൊള്ളയായ അറബ് ദേശീയതയെ ഉയർത്തിപ്പിടിക്കുകയാണോ ചെയ്യേണ്ടത്? 48ലെയും 56ലെയും 67ലെയും യുദ്ധങ്ങളിൽ ജമാൽ അബ്ദുൽ നാസറിനെ പോലുള്ള അറബ് ദേശീയതയുടെ വക്താക്കൾ, സയ്യിദ് ഖുത്ബിനെ പോലുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാമിക ചിന്തയുടെ, ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ അമരത്തിരുന്ന മഹാന്മാരെ വധിച്ച ജമാൽ അബ്ദുൽ നാസറിനെ പോലുള്ള നേതാക്കന്മാർ ഉയർത്തിപ്പിടിച്ചത് ഇസ്ലാമിന് പകരം അറബ് ദേശീയതയായിരുന്നു. 970 ഈ ജമാൽ അബ്ദുൽ നാസറും കുമ്പസാരിച്ചു. 64 സയ്യിദ് ഖുത്ബിനെ പോലുള്ളവരെ കൊന്ന ജമാൽ അബ്ദുൽ നാസർ ഇസ്രായേൽ യുദ്ധത്തിൽ ഓരോ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഇസ്രായേലിനെ കടലിൽ തള്ളും, നാളെ അറബ് സേന വിജയിക്കുമെന്ന് ജനങ്ങളോട് പ്രഖ്യാപനങ്ങൾ നടത്തിയ അവസാനം നാണംകെട്ട് ലോകത്തിലെ താവട്ടത്തിലുള്ള ഒരു രാജ്യത്തോട് തോൽവി സമ്മതിച്ച് തിരിച്ചു പോരേണ്ടി വന്ന ഈജിപ്ത് എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ അമരക്കാരൻ അവസാന കാലത്ത് ചോദിച്ചത്രേ, നാം എന്തുകൊണ്ടാണ് യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടത്? ഇസ്രായേലിനോട് എന്തുകൊണ്ടാണ് നാം യുദ്ധത്തിൽ പരാജയപ്പെട്ടത്? ആ ചോദ്യത്തിന്റെ മറുപടി അയാൾ തന്നെ പറഞ്ഞു, നാം യുദ്ധം ചെയ്തത് ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നില്ല, അറബ് ദേശീയതയെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടായിരുന്നു. നാം യുദ്ധം ചെയ്തത് ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരുന്നില്ല, മതനിഷേധത്തിന്റെ, മതേതരത്വത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം പരാജയപ്പെട്ടത്. പക്ഷെ അത് മനസ്സിലാക്കുവാൻ അയാൾ സമയമെടുത്തു. അല്ലെങ്കിൽ മനസ്സിലാക്കിയ ആ യാഥാർത്ഥ്യത്തെ ഭൂമിയിൽ നടപ്പിലാക്കുന്നതിൽ അയാൾ കുറ്റകരമായ വീഴ്ച കാണിച്ചു. അതിന്റെ അനന്തരഫലമായിരുന്നു നിരന്തരമായ യുദ്ധങ്ങളിൽ ഒരിക്കലും അറബ് ഭരണകൂടങ്ങൾക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല എന്ന് അവർ തെളിയിച്ചത്. ഈ ഒരു ചരിത്രഘട്ടത്തിലാണ്, പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്, അവസാനമുണ്ടായ PLOയും ഏറ്റമിടുന്ന ഒരു ഘട്ടത്തിലാണ് ഖൈബർ യാ യഹൂദ് ജയ്ഷ് മുഹമ്മദ് സൗഫ യഊദ്, ജൂതന്മാരെ ഖൈബർ ഓർക്കുക, മുഹമ്മദിന്റെ സൈന്യം തിരിച്ചു വരുന്നു എന്ന പ്രഖ്യാപനവുമായി 1987 ഡിസംബറിന്റെ ഒരു വെള്ളിയാഴ്ചയിൽ ഫലസ്തീനിലെ പള്ളികളിൽ നിന്ന് പിഞ്ചു പൈതങ്ങൾ, കൗമാരപ്രായക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് കിട്ടിയ കൽച്ചീന്തുകൾ എന്തി അധിനിവേശ സേനയുടെ മുഖത്തേക്ക് കല്ലുവാരി എറിയുന്ന പ്രഖ്യാപനം പ്രക്രിയയുമായിട്ട് രംഗത്ത് വന്നത്. അതാണ് ഇൻതിഫാദ എന്നറിയപ്പെട്ടത്. ആ വാക്കാണ് ഇംഗ്ലീഷ് ഡിക്ഷണറികളിൽ പേര് സ്ഥാനം പിടിച്ചത്. ഇൻതിഫാദ എന്ന് പറയുന്ന പ്രക്രിയ അങ്ങനെ ലോകത്ത് പ്രസിദ്ധമായ ഒരു പ്രക്രിയയായി. കുട്ടികൾ ആരെയും കൂസാതെ നടുറോഡുകളിൽ നിന്ന് തെരുവുകളിലേക്ക് ഇറങ്ങി നേരം പുലർന്നാൽ ഇസ്രായേൽ പട്ടാളത്തെ കല്ലെറിയുക, ഇസ്രായേൽ പട്ടാളത്തിന്റെ മുൻപിൽ നെഞ്ചു വിരിച്ചു നിൽക്കുക. ഉമ്മമാര്, നമ്മളൊക്കെ സഹോദരന്മാരെ, നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നേരം വെളുത്താൽ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുവാൻ അനീച്ചൊരുക്കുകയാണ്. ഫലസ്തീനിലെ ഉമ്മമാർ ഹമാസിന്റെ ബോധവൽക്കരണത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന 10-20-30 വർഷക്കാലം അവർ നിരന്തരമായി നടത്തിയ ബോധവൽക്കരണത്തിന്റെ ഫലമായി അവരുടെ പാഠശാലകളിലൂടെ പുറത്തുവിട്ട പുതിയ തലമുറയുടെ ആദർശബോധത്തിന്റെ ഫലമായി ഉമ്മമാർ നേരം വെളുത്താൽ കുഞ്ഞുങ്ങളെ അണിയിച്ചൊരുക്കുകയും ഇസ്രായേലി പട്ടാളത്തെ എറിയുവാനുള്ള കല്ലുപെറുക്കി കുഞ്ഞുങ്ങൾ
മൈതാനിയിലേക്ക്, റോഡുകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച. കുട്ടികളെ കുളിച്ചണിയിച്ചൊരുക്കുന്നത് രക്തസാക്ഷിയാകുന്ന എന്റെ മകൻ ശരീരത്തിൽ നജസില്ലാതെ രക്തസാക്ഷിയാകണം എന്ന വിചാരത്തോടു കൂടിയായിരുന്നു. അങ്ങനെ എത്രയോ പിഞ്ചുമക്കളെ ഇസ്രായേലിന്റെ പട്ടാളം വെടിവെച്ചു കൊന്നു. ആ കുഞ്ഞുങ്ങൾ മുഴുവനും കർമ്മഭൂമിയിൽ മരിച്ചു വീണത് അവരുടെ നെഞ്ചിൽ, അവരുടെ മുൻഭാഗത്ത് മുറിവുകളേറ്റായിരുന്നു, വെടിയുണ്ടകളേറ്റായിരുന്നു. അവരൊരിക്കലും ഇസ്രായേൽ പട്ടാളത്തിന്റെ മുമ്പിൽ പിറകിലേക്ക് പിന്തിരിഞ്ഞോടുകയും അങ്ങനെ പിന്നിൽ നിന്ന് ഇസ്രായേലിന് വെടിവെക്കുവാൻ അവർ അവസരം നൽകുകയും ചെയ്തില്ല. ആ പിഞ്ചുകുട്ടികൾ ആനത്തത്തോടുകൂടി ഇസ്രായേൽ പട്ടാളത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നു. ഇസ്രായേൽ പട്ടാളം ഈ കല്ലേറുകളെ പേടിച്ചുകൊണ്ട് കഴിയേണ്ട ഒരു കാലം ഫലസ്തീനിന്റെ സമര ചരിത്രത്തിൽ പുതുതായി രൂപം കൊണ്ടു. അങ്ങനെയാണ് ഇൻതിഫാദ ആരംഭിക്കുന്നത്. ഇൻതിഫാദ എന്ന പ്രക്രിയയിലൂടെ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടികൾ നൽകുവാൻ ഹമാസിന് സാധിച്ചു. കൽച്ചീളുകൾ എന്തിക്കൊണ്ട് അവരുടെ കുട്ടികൾ നടത്തിയ പ്രകടനം, അതാണ് ഫലസ്തീൻ സമരത്തിന്റെ ചരിത്രത്തെ മാറ്റിയെടുത്തത്. അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ പോരാട്ടം അവർ ശക്തമാക്കി. അതിനിടയിൽ ഹമാസിന്റെ നേതാക്കളെ കൊന്നുകൊണ്ട് ഇതിന് തടയിടാമെന്ന് അവർ വിചാരിച്ചു, ജൂതന്മാരെ. അങ്ങനെയാണ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ വധിക്കപ്പെട്ടത്. പക്ഷേ രക്തസാക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് രംഗത്ത് വന്ന നേതാക്കളായിരുന്നു ഹമാസിന്റേത്. സുബൈക്ക് നോമ്പ് നോറ്റുകൊണ്ട് സുബൈക്ക് പള്ളിയിലേക്ക് വന്ന ആ വന്യവയോധികനായ മഹാൻ, തല മാത്രം അനക്കാൻ കഴിയുന്ന, ശരീരത്തിന്റെ തലയുടെ ഭാഗത്തുള്ള മുഴുവൻ ഭാഗങ്ങളും ചലനമറ്റ, കുട്ടികളും കുടുംബവും വീൽ ചെയറുകളിൽ ഉന്തിക്കൊണ്ട് നടക്കുന്ന, അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന മഹാനായ ആ മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് വീൽ ചെയറിൽ പുറത്തേക്ക് ഉന്തിക്കൊണ്ടുപോകുമ്പോ ഇസ്രായേൽ വിമാനത്തിന്റെ ഘോരമായ ശബ്ദം അന്തരീക്ഷത്തിൽ കേൾക്കുന്നത് കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഷേഖ്, ഇസ്രായേൽ വിമാനത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും അവരെ തന്നെയാണ് കാത്തു നിൽക്കുന്നത്, ഞാനും അവരെ തന്നെയാണ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഇസ്രായേലിന്റെ വിമാനം അദ്ദേഹത്തിന്റെ മേൽ ബോംബിട്ട് ആ മഹാനായ മനുഷ്യനെ വധിച്ചത്. ആ വധത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഹമാസും ലോകത്തെ ഇസ്ലാമിക ഉമ്മത്തും മോചിതമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അനന്തരഗാമിയായി വന്ന ഡോക്ടർ അബ്ദുൽ അസീസ് റന്തീസിയെയും അതേപോലെ തന്നെ പുറത്ത് കാറിലിട്ട് വധിച്ചു. അദ്ദേഹത്തിന്റെ മകനോടൊപ്പം അദ്ദേഹവും രക്തസാക്ഷിയായി. ഇങ്ങനെ ഹമാസ് കണ്ടുവച്ചിരുന്ന, നമ്മൾ മനസ്സിലാക്കണം, ഹമാസ് കണ്ടുവച്ചിരുന്ന 6 തലമുറകളിലെ നേതാക്കളെ ഇസ്രായേൽ ഇതിനകം ഉന്മൂലനാശം വരുത്തിയെന്നാണ് ഹമാസ് പറയുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഖാലിദ് മിഷലിനെയും അബൂ മർസൂഖിനെയും ഇസ്മായിൽ ഹനിയെയും മഹ്മൂദ് സഹാറിനെയും പോലെയുള്ള നേതാക്കന്മാർ. അപ്പൊ രക്തസാക്ഷ്യം സ്വപ്നമായി കൊണ്ടു നടക്കുന്ന, ഫലസ്തീന്റെ മോചനത്തിന് ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിച്ച മഹാരഥന്മാരുടെ പ്രസ്ഥാനമായിരുന്നു ഇത്. ആളുകളെ കൊന്നുകൊണ്ട് അതിന്റെ കഥ കഴിക്കാം എന്ന വിചാരവും അവസാനിച്ചു. ഒരിക്കലും ഹമാസ് തീരുമാനിച്ചിട്ടില്ലായിരുന്നു PLOയുമായി അത് ഏറ്റുമുട്ടണമെന്ന്. PLO പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഈ പോരാട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നില്ല? ഞങ്ങളെപ്പോലെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരൂ, നമുക്ക് കിട്ടിയ അധികാരത്തിൽ പങ്കാളികളാകൂ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് PLOയുമായിട്ട് സമവായത്തിലെത്താൻ ഹമാസ് എപ്പോഴും ഉയർത്തിപ്പിടിച്ചത് PLO ഞങ്ങളുടെ ശത്രുക്കളല്ല. അറഫാത്തിനെ ഉപയോഗിച്ചുകൊണ്ട് PLOവിനെ നശിപ്പിക്കാനായിരുന്നു ഇസ്രായേൽ ശ്രമിച്ചത്. അതിനൊരു വേള അറഫാത്ത് കൂട്ടുനിൽക്കുകയും അറഫാത്തിന്റെ പോലീസ് തന്നെ ഹമാസിന്റെ പോരാളികളെ വധിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും പ്രകോപിതമാകാതെ സംയമനം പാലിക്കുകയായിരുന്നു ഹമാസ്. ഒരിക്കലും PLO അല്ല, ജൂതന്മാരാണ് ഞങ്ങളുടെ ശത്രുക്കൾ, അതുകൊണ്ട് പ്രകോപനം ഉണ്ടായാലും ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഒരിക്കലും PLOവിലെ ഞങ്ങളുടെ സഹോദരന്മാരെ കൊല്ലില്ല എന്നതായിരുന്നു അവരുടെ പ്രഖ്യാപനം. പക്ഷേ അറഫാത്തിന് ശേഷം മഹ്മൂദ് അബ്ബാസ് അബൂമാദിൻ വന്നു, ഇന്നത്തെ പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഹമാസ് പങ്കെടുത്തപ്പോഴും ഹമാസ് ചെയ്തത് PLOക്ക് കിട്ടുന്ന സീറ്റുകൾ കിട്ടട്ടെ, ഞങ്ങൾക്ക് മാത്രം അധികാരം വേണ്ട, അവരുമായി സഹകരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല. അങ്ങനെയൊക്കെ ആയിട്ടും അവർക്ക് 76 സീറ്റുകൾ പാർലമെന്റിൽ ലഭിച്ചു. അവരായിരുന്നു ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷി. പ്രധാനമന്ത്രി പദവി അവർക്കായിരുന്നു ലഭിക്കേണ്ടത്. അപ്പോഴും അവർ PLOവിന്റെ പ്രതിനിധികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. പ്രസിഡന്റായി മഹ്മൂദ്
അബൂമാസിനെ അംഗീകരിച്ചു, മഹ്മൂദ് അബ്ബാസിനെ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒരിക്കലും ഫലസ്തീൻ പ്രശ്നത്തെ മുഴുവനും ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഇസ്ലാമിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളുടെ കണ്ണിയായി നിൽക്കുന്ന, ഇസ്രായേലിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന അബൂബാസിൻ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ആളായിരുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി അതിനെ നശിപ്പിക്കേണ്ടത് അയാളുടെ പണിയായിരുന്നു, അയാളുടെ ജോലിയായിരുന്നു. അങ്ങനെയാണ് മഹ്മൂദ് അബ്ബാസ് ഹമാസ് മന്ത്രിസഭയെ, ഇസ്മായിൽ ഹനിയയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, ഫലസ്തീനിൽ ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗസയിൽ കടന്നുകയറുകയും ഗസയിൽ വെച്ച് ഹമാസിനെ നശിപ്പിക്കുവാൻ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഗൂഢാലോചന നടത്തുകയും അങ്ങനെ അയാളുടെ സെക്യൂരിറ്റി നേതാവായിരുന്ന, തലവനായിരുന്ന ദഹ്ലാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ PLO-വിന്റെ അല്ലെങ്കിൽ ഫത്തഹിന്റെ ഒറ്റുകാരനെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ നശിപ്പിക്കുവാനുള്ള ആസൂത്രണങ്ങൾ ഇസ്രായേലും അമേരിക്കയും ആയി കൂടിച്ചേർന്നുകൊണ്ട് നടത്താൻ ആരംഭിച്ചു. അങ്ങനെ ഗസയിലേക്ക് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരു അറബ് ഭരണകൂടത്തിന്റെയും ആയുധങ്ങൾ ഗസയിൽ കുന്നുകൂട്ടി മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഗസയിൽ ഹമാസിന്റെ പോരാളികളെ നാമാവശേഷമാക്കുക എന്നതായിരുന്നു അവർ സ്വീകരിച്ച തന്ത്രം. ഇങ്ങനെ വന്നപ്പോഴാണ് ഇനി ഇടപെട്ടിട്ടില്ലെങ്കിൽ, ഇനിയും ഇവരെ മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിന്റെ പാവപ്പെട്ട പ്രവർത്തകരെ മുഴുവനും ഇവർ നാമാവശേഷമാക്കും എന്ന് തോന്നിയ ഒരു സന്ദർഭത്തിലാണ് ഗത്യന്തരമില്ലാതെ ഹമാസ് ഗസ പിടിച്ചടക്കുന്നത്, അവരുടെ ആയുധങ്ങൾ പിടിച്ചടക്കുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ രഹസ്യരേഖകളും ഹമാസ് പിടിച്ചെടുത്തു. കുറച്ചു കാലം ചില അറബ് ഭരണാധികാരികൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഹമാസ് ഗസ പിടിച്ചെടുത്തത് ശരിയല്ല എന്ന്. ഈ അവസരത്തിൽ ഹമാസ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വിലപ്പെട്ട രേഖകൾ, രഹസ്യരേഖകളിൽ ചിലത് ഇന്നും ഹമാസ് അത് മുഴുവനും പുറത്തുവിട്ടിട്ടില്ല. ചില രഹസ്യരേഖകൾ അവരെ ഹമാസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് എത്തിച്ചു കൊടുത്തു. ഇവരാരായിരുന്നു? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഗസ പിടിച്ചിറക്കിയത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ അൽഫത്തഹിന്റെ പ്രവർത്തകരെ പിടിച്ചു കെട്ടിയത്? ഇവർ ഞങ്ങൾക്കെതിരെ മാത്രം ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘമായിരുന്നില്ല. അമേരിക്കക്കും ഇസ്രായേലിനും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും വേണ്ടി ഹമാസിനെതിരെ മാത്രമല്ല, പ്രധാനപ്പെട്ട ഞങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അറബ് ഭരണകൂടങ്ങളെ പോലും പയ്യെ ചരിത്രത്തിൽ നിന്ന് പിന്തള്ളുവാനും ഇസ്രായേലിന്റെ മേൽക്കോയ്മ ലോകത്ത് അടിച്ചേൽപ്പിക്കുവാനുമുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നിങ്ങളുടെ കൂടി ഏറ്റവും വലിയ ശത്രുക്കളാണ്, അവരെയാണ് ഞങ്ങൾ കീഴടക്കിയത് എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ കൈമാറിയതോടുകൂടിയാണ് അവർ നാവടക്കിയത്. ഇനിയും ഹമാസിന്റെ കയ്യിൽ, ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പല വിലപ്പെട്ട രേഖകളുമുണ്ട്. അവസരം വരുമ്പോൾ ഞങ്ങളത് പുറത്തുവിടുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. അതോടുകൂടി ഉപരോധം വന്നു. കഴിഞ്ഞ 18 മാസമായി സഹോദരന്മാരെ, ഗസയിൽ ഗുരുതരമായ രോഗം ബാധിച്ച ഒരു വയോവൃദ്ധരെ ചികിത്സയില്ല. ഗസയുടെ പുറത്തേക്ക് അദ്ദേഹത്തിന് പ്രവേശനമില്ല. ഇതുപോലെ 15 ലക്ഷം ജനങ്ങൾ ഗസയിലെ വളരെ ചെറിയ ഒരു പ്രദേശത്ത് 400ഓളം ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള വിസ്തീർണമുള്ള ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന 15 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമില്ല, കുടിക്കാനുള്ള വെള്ളമില്ല, അവർക്ക് വൈദ്യുതിയില്ല, അവർക്ക് ഇന്ധനമില്ല, പെട്രോളും ഡീസലും ഇല്ല, അവർക്ക് ഭക്ഷണമില്ല, അവരുടെ രോഗികൾക്ക് മരുന്നില്ല, അവരുടെ കുട്ടികൾക്ക് ചികിത്സയില്ല, അവർക്ക് പാഠശാലയില്ല. അങ്ങനെ ജീവിതത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ 18 മാസമായി ഇസ്രായേൽ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമം നടത്തുകയായിരുന്നു. അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു മഹ്മൂദ് അബ്ബാസിന്റെ ഫലസ്തീൻ അതോറിറ്റി. റഫ അതിർത്തി അടച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്നുള്ള മുഴുവൻ സഹായങ്ങളെയും തടയുകയായിരുന്നു ഈജിപ്ത് എന്ന് പറയുന്ന തൊട്ടടുത്ത അയൽ രാഷ്ട്രം. ഇങ്ങനെ 18 മാസം
അവരെ കൊല്ലാതെ കൊന്നുകൊണ്ട് ഹമാസിനെ തങ്ങളുടെ മുമ്പിൽ മുട്ടുമടപ്പിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞവരുടെ തന്ത്രങ്ങളും പരാജയപ്പെട്ടു. അവർ വിചാരിച്ചത് ഗസയിലെ ജനങ്ങൾ ഹമാസിനെതിരെ രംഗത്ത് വരികയും ഹമാസ് പൊളിഞ്ഞു വീഴുകയും ചെയ്യുമെന്നായിരുന്നു. പക്ഷേ ഇന്നേവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നേവരെ ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരൊറ്റ ആണും ഒരു പെണ്ണും, ഒരൊറ്റ കുട്ടിയും ഒരു വലിയവനും ഒരു വൃദ്ധനും ഒരു രോഗിയും ഒരു പട്ടിണിക്കാരനും ഒരാളും ഞങ്ങളുടെ ഈ ദുരന്തത്തിന്റെ കാരണം ഹമാസാണ് എന്ന് പറഞ്ഞിട്ടില്ല. പറയാൻ അവർക്ക് കഴിയില്ല. അത് അവരുടെ പ്രസ്ഥാനമാണ്, അവർ തെരഞ്ഞെടുത്ത പ്രസ്ഥാനമാണ്, അവർ അവരുടെ കുഞ്ഞുമക്കളെ പോലെ പോറ്റി വളർത്തുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ്. അവർക്ക് വെള്ളവും വെളിച്ചവുമില്ലെങ്കിലും, അവർക്ക് അന്നവും അതുപോലുള്ള സൗകര്യങ്ങളുമില്ലെങ്കിലും, അവർക്ക് ഭൂലോകത്ത് കിട്ടാനുള്ള പ്രാഥമികമായ ഒരാവശ്യങ്ങളും നിർവഹിക്കുവാൻ സാധ്യമല്ലെങ്കിലും, അവർക്ക് ശ്വസിക്കാനുള്ള സ്വതന്ത്രമായ വായു ലഭിക്കണമെങ്കിൽ, അവരുടെ മനുഷ്യരെന്ന നിലക്കുള്ള അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെങ്കിൽ, അവരുടെ ഉമ്മമാരുടെയും പെങ്ങമാരുടെയും അഭിമാനങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്ത് നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള 15 ലക്ഷം വരുന്ന ജനം ഗസയിൽ ഹമാസിന്റെ പിന്നാലെ നിന്നു. ഇപ്പോഴും അവർ ഹമാസിന്റെ പിന്നാലെ തന്നെയാണ്. അങ്ങനെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ 27 ഇസ്രായേലിന്റെ പട്ടാളം കരയുദ്ധം എന്ന് പേരിട്ടുകൊണ്ട് ഗസയിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കരയുദ്ധം? അവരെ സംബന്ധിച്ചിടത്തോളം, ഫലസ്തീനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും കരയുദ്ധമാണ്, അവർക്കെന്നും വ്യോമയുദ്ധമാണ്. ആ യുദ്ധങ്ങളിലേക്കാണ് അവരുടെ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത്. ടെലിവിഷൻ ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബോംബ് വർഷങ്ങൾക്കിടയിൽ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ F-16 വിമാനങ്ങളിലൂടെ തുപ്പിക്കൊണ്ടിരിക്കുമ്പോ, നിരന്തരമായി വർഷിച്ചുകൊണ്ടിരിക്കുമ്പോ, ആകാശത്ത് ബോംബ് വർഷങ്ങളുടെ മിന്നൽ പിണറുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഭൂമി നിന്ന് ഈ ബോംബ് വർഷങ്ങളിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോ, ജനങ്ങളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെ, മയ്യത്തുകളുടെ, ഷഹീദുകളുടെ, രക്തസാക്ഷികളുടെ ചുടുരക്തത്തിന്റെ മണം വന്നുകൊണ്ടിരിക്കുമ്പോ, ഇതിനിടയിലും ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ റോഡുകളിൽ കളിക്കുന്നതും പന്ത് കളിക്കുന്നതും എറിഞ്ഞു കളിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ മഹായുദ്ധം ഇത്രയേ അവർ മുഖവിലക്കെടുത്തിട്ടുള്ളൂ. അതേസമയം ഇസ്രായേലിൽ ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. കല്ലും കൽച്ചീളുകളും ഏതാനും തോക്കുകളും ഈ ഇരുമ്പ് തകിടുകൾ കൊണ്ടുണ്ടാക്കിയ മിസൈലുകളും മാത്രമുള്ള 15 ലക്ഷം വരുന്ന ഗസയിലെ ഈ പാവപ്പെട്ട ജനങ്ങളെ പേടിച്ചുകൊണ്ട് ഇസ്രായേൽ മുഴുവനും ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. മുംബൈ ഇന്തിഫാദ ആരംഭിച്ചത് മുതൽ 85% ജൂതന്മാരും ഫലസ്തീനിലെ ഈ ഇന്തിഫാദയുടെ കുട്ടികളെ പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം ആരംഭിച്ചപ്പോ ലോകത്തിലെ ആയുധശക്തിയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന, ലോകമായ ലോകങ്ങളിലേക്ക് മുഴുവനും ആയുധങ്ങൾ, അമേരിക്ക കഴിഞ്ഞാൽ ആയുധങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന, 400-ലധികം അണ്വായുധങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അണുശക്തിയായ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിലെ പൗരന്മാർ ഈ നിസ്സഹായരായ ജനതയെ പേടിച്ചുകൊണ്ട് അവരുടെ കല്ലുകളെയും കൽച്ചീലുകളെയും അവരുടെ തോക്കുകളെയും അവരുടെ ഈ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ മിസൈലുകളെയും പേടിച്ചുകൊണ്ട് ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ മിസൈലുകൾ വരും ഒരു ദിവസം ഈ യുദ്ധങ്ങൾക്കിടയിലും ഗസയിൽ ഈ വിധത്തിൽ നരനായാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഹമാസിന്റെ പോരാളികൾ 20-30 മിസൈലുകൾ ഇസ്രായേലിലേക്ക് എഴുതിവിട്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് 4-5 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടായിരുന്ന ഈ മിസൈലുകൾ 18, 20, 30, 40, 50 കിലോമീറ്റർ ദൂരത്തോളം അവയുടെ ദൂരം ആർജിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ആ മിസൈലുകളെ തടുക്കുവാൻ ഇന്നേവരെ ലോകത്തിലെ ഈ 4ാമത്തെ ആയുധശക്തിക്ക് സാധിച്ചിട്ടില്ല. പല ആളുകളും ചോദിക്കുന്നുണ്ട്, എന്താണ് അള്ളാഹു സഹായിക്കാത്തത്? ഞാൻ പറയുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ സഹായം ഫലസ്തീനി ജനതക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതുവരെയും പിടിച്ചു നിന്നത്, ഇപ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നത്. ഈ ഇരുമ്പ് ദണ്ടുകൾ, തകിടുകൾ കൊണ്ടുണ്ടാക്കിയ മിസൈലുകളെ തടുക്കുവാൻ
400 അണ്വായുധങ്ങൾ സൂക്ഷിക്കുന്ന ലോകത്തിലെ 4ാമത്തെ ആയുധ രാഷ്ട്രത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവർക്കും മിസൈൽ തടുക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്. പക്ഷേ അവരുടെ ഈ സംവിധാനങ്ങൾ സ്കഡ് മിസൈലുകൾ മാത്രമേ തടുക്കുകയുള്ളൂ. ആരോ തമാശ പറഞ്ഞു, എങ്ങനെയാണ് അൽ ഖസ്സാം മിസൈലുകളെ നമ്മൾ തടയുക? ഹമാസിന്റെ മിസൈൽ പോരാട്ടത്തെ എങ്ങനെ തടയുക? അപ്പൊ അവർ നിർദ്ദേശിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ഹമാസിന് സ്കഡ് മിസൈലുകൾ നൽകാം. സ്കഡ് മിസൈലുകൾ വരുമ്പോൾ നമുക്ക് തടയാം. സ്കഡ് മിസൈലുകളെ അവർക്ക് തടയാൻ പറ്റുന്നുള്ളൂ. ഈ പെറുക്കിക്കൊണ്ടുവരുന്ന സാധാരണ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടുള്ള ഈ മിസൈലുകളെ തടയുവാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഷെൽട്ടറുകളിലാണ് ഇസ്രായേലിലെ ജനത. അൽ ജസീറ കാണിച്ചിരുന്നു, ഒരു ഇസ്രായേൽ മന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സൈറൻ മുഴങ്ങി. അൽ ഖസ്സാം മിസൈലുകൾ വരുന്ന സൈറൻ. ഉടനെ തന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രി അടുത്തുള്ള ഒരു ലോറിയുടെ ചുവട്ടിൽ പോയി ഒളിച്ചിരിക്കുന്ന ചിത്രം. ഒരു മന്ത്രിയാണ്. അതേ അവസരം ഇപ്പുറത്ത് യുദ്ധം ആരംഭിച്ചതിന്റെ 1ാം ദിവസം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇസ്മായിൽ ഹനിയ പറഞ്ഞു, എനിക്ക് TV സ്റ്റേഷനിലെത്തണം. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറഞ്ഞു, താങ്കൾ ഇപ്പോ പോകരുത്. അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് പോയേ പറ്റൂ. എനിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യണം. എന്റെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിലും പള്ളികളിലും ശ്മശാനങ്ങളിലും നടുറോഡുകളിലും ആശുപത്രികളിലും പാഠശാലകളിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പിഞ്ചു പൈതങ്ങളോട് എനിക്ക് വർത്തമാനം പറയാനുണ്ട്. അതുകൊണ്ട് എന്നെ തടയരുത്, എന്നെ ചാനലിലെത്തിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരുടെ അലക്സ ചാനലിന്റെ ഓഫീസിലെത്തി. എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് നടത്തിയ ഗംഭീരമായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ജൂതന്മാർക്ക് നമ്മെ സഹോദരന്മാരെ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലാൻ സാധിച്ചേക്കാം, പക്ഷേ ഒരിക്കലും നമ്മെ കീഴടക്കാൻ കഴിയില്ല. അവർക്ക് കൊല്ലാം, പക്ഷേ നമ്മൾ കീഴടങ്ങുകയില്ല. അവർ നമ്മെ കുരിശിലേറ്റിയേക്കാം, തൂക്കുമരത്തിലേറ്റിയേക്കാം, അവർ നമ്മുടെ ശരീരത്തെ മാറ്റിപ്പൊളിച്ചേക്കാം, അവർ നമ്മുടെ ശരീരം ചിഹ്നിച്ചതുമാർ ബോംബ് വർഷം നടത്തിയേക്കാം, അവർ നമ്മുടെ നടുറോഡുകളിൽ നമ്മുടെ രക്തം ചിന്തിയേക്കാം. എന്ത് സംഭവിച്ചാലും അവരറിയണം, നമ്മുടെ അവകാശങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറല്ല. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ജനതയോടാണ് അവർ കൊമ്പ് കോർക്കാൻ വരുന്നത് എന്നവർ ഓർത്തുകൊള്ളട്ടെ. ഒരിക്കലും ഫലസ്തീനി ജനതയ്ക്ക് ഹാനികരമായ ഒരു തീരുമാനവും ഈ നേതൃത്വം എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അവസാന നിമിഷം വരെ യുദ്ധമുഖത്ത് നിന്ന് ഹമാസിന്റെ പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക. നമ്മെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരിക്കലും നമ്മെ തകർക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം. ഇതാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും ഭീരുക്കളായ ജനത സുരക്ഷിതമായ കോട്ടകളിൽ നിന്നുകൊണ്ടല്ലാതെ അവർ യുദ്ധം ചെയ്യുകയില്ല. ടാങ്കുകളുടെ പോറലേക്കാത്ത ടാങ്കുകളുടെ മറവുകളിൽ നിന്നുകൊണ്ട് തന്ത്രത്തിൽ വെടിയുതിർക്കുകയാണ് ഇസ്രായേലിന്റെ പട്ടാളം. ഇപ്പോഴും ഗസയിലേക്ക് കടന്നു കയറി എന്ന് പറയുന്ന ഇസ്രായേൽ ടാങ്കുകളുടെ മുമ്പിൽ ഇപ്പോഴും നിങ്ങൾക്ക് അൽ ജസീറ ചാനലിൽ കാണാൻ പറ്റും. ആ ടാങ്കുകളുടെ മുമ്പിൽ നിന്നുകൊണ്ടും ഫലസ്തീനി പയ്യന്മാർ, ഫലസ്തീനി പെൺകുട്ടികൾ അവരുടെ നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കിത് പുതുമയുള്ള ഒരു സംഭവമല്ല. അതിനിടയിൽ പലരും മരിക്കും. കൊല്ലേണ്ടവരെ കൊല്ലാൻ കിട്ടാതിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത പട്ടാളം എന്നും ചെയ്തു പോന്നിട്ടുള്ളതാണ് നിരപരാധികളെ വധിക്കുക എന്നുള്ളത്. കാരണം ഒരു വിമാനം തിരിച്ചു ചെല്ലുമ്പോൾ എന്താണ് നിങ്ങൾ നേടിയത്? ഞങ്ങൾ 40 പേരെ കൊന്നു, ഞങ്ങൾ 50 പേരെ കൊന്നു. അങ്ങനെയാണ് ഗസയിൽ നിരപരാധികൾ വധിക്കപ്പെടുന്നത്. എന്നും ഇസ്രായേൽ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ജൂതപ്പട്ടാളം ഇത് തന്നെയാണ് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നിലുള്ള ശക്തനായ ഒരു പോരാളിയെ പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ നേരെ നിറയൊഴിക്കും. എന്നിട്ട് യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചു എന്ന് പ്രചരിപ്പിക്കും. ഞങ്ങൾ ഇത്ര ആളുകളെ കൊന്നുവെന്ന് വാർത്താമാധ്യമങ്ങളോട് പറയും. ആ ഭാഗത്തേക്ക് യാതൊരുവിധ മാധ്യമ പ്രവർത്തകരും പ്രവേശനമില്ല. ഇസ്രായേൽ നിരോധിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ വന്നു വീഴുന്ന അൽ ഖസ്സാം മിസൈലുകളിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം എത്ര എന്ന് ലോകത്തിന് അറിയുക സാധ്യമല്ല. ഇസ്രായേൽ പട്ടാളത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ലോകത്തോട് പറയാൻ ലോകം അറിയുന്നത് ഇസ്രായേൽ തടഞ്ഞു വച്ചിരിക്കുന്നു. 30-ലധികം ഇസ്രായേൽ സൈന്യത്തിലെ സൈനികരെ ഹമാസിന്റെ പോരാളികൾ കൊന്നുകഴിഞ്ഞു. ദശക്കണക്കിന്
ഇസ്രായേൽ സൈനികരെ ഹമാസിന്റെ പോരാളികൾ തടവിലാക്കി കഴിഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട 2 യുദ്ധബേസുകൾ ഹമാസിന്റെ പോരാളികൾ തകർത്തു കഴിഞ്ഞു. അവരുടെ ടാങ്കുകളെ നേരിടാൻ കഴിയുന്ന ആയുധങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്, അത് പൊട്ടിത്തെറിപ്പിക്കുവാനുള്ള മാധ്യമങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ചില അമാനുഷികതകൾ, ചില അത്ഭുതങ്ങൾ യുദ്ധമുഖത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ഹമാസ് കീഴടങ്ങുകയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചത് ഇതുവരെയും 19 ദിവസമായിട്ടും എന്താണ് ഇസ്രായേൽ നേടിയത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. യഹൂദ് ബാറാഖ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ലക്ഷ്യങ്ങൾ നേടിയോ എന്ന് ചോദിച്ചപ്പോ ചിലത് നേടി എന്നാണ് പറഞ്ഞത്. എന്താണ് നേടിയത്? ലക്ഷ്യം ഇതായിരുന്നു: 992 പെണ്ണുങ്ങളെയും പിഞ്ചു പൈതങ്ങളെയും കൊല്ലുക എന്നതായിരുന്നു ലക്ഷ്യം. ആശുപത്രികളും യുഎന്നിന്റെ പാഠശാലയും തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മക്ബറകളിൽ ബോംബിടുക എന്നതായിരുന്നു ലക്ഷ്യം. വീടുകൾ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. രക്ഷാപ്രവർത്തകരെ കൊല്ലുക എന്നതായിരുന്നു. ഇതൊക്കെയാണ് യുദ്ധഭൂമിയിൽ ഇസ്രായേൽ നേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നിസാർ റയ്യാൻ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും 3 മക്കളെയും കൊന്നു എന്നതൊഴിച്ചാൽ ഹമാസിന് പ്രത്യേകിച്ച് പോറലുകൾ ഏൽപ്പിക്കുവാൻ തങ്ങൾക്ക് സാധിച്ചുവെന്ന് ഇതുവരെയും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ലക്ഷ്യമാണ് അവർ നേടിയത്? ഒരിക്കലും ലക്ഷ്യം നേടാൻ പോകുന്നില്ല. വിജയവും പരാജയവും തീരുമാനിക്കുന്നത് യഹൂദ് ഓൽമർട്ടിന്റെയും അതുപോലെ തന്നെ ബാറാക്കിന്റെയും ലെബനിയുടെയും അടുക്കളകളിലല്ല, രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ സന്നിധാനത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കണം. ഇത് ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അവരെ പോലുള്ള ചെറിയ മനുഷ്യരല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. രാജാതിരാജനായ പടച്ചതമ്പുരാനാണ്. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞല്ലോ, ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോ മുസ്ലിങ്ങൾ ചോദിച്ചു, അന്ന ഹാദാ, എങ്ങനെയാണിത് സംഭവിക്കുന്നത്? റസൂലിന്റെ സൈന്യം പരാജയപ്പെടുകയോ ബദറിൽ തങ്ങൾ പരാജയപ്പെടുത്തിയവർ തങ്ങളെ പരാജയപ്പെടുത്തുകയോ? എങ്ങനെയാണ് അന്ന ഹാദാ, എങ്ങനെയാണിത് സംഭവിച്ചത്? ഖുർആൻ അവരെ ആശ്വസിപ്പിച്ചു. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് അത്യുന്നതർ, പക്ഷേ നിങ്ങൾ മൂമിനുകളാകണം. മൂമിനുകളാണെങ്കിൽ നിങ്ങളാണ് അത്യുന്നതർ. വലാ തഹിനൂ ഫി ഇബ്തിഗാഇൽ ഖൗമി, നിങ്ങളുടെ ശത്രുക്കളെ പിന്നാലെ ചെന്ന് പിന്തുടരുന്നതിൽ ഒരിക്കലും വീരുത്വം കാണിക്കരുത്, ദുർബലരാകരുത്. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. നിങ്ങൾ വേദനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വേദനിക്കുന്നത് പോലെ അവരും വേദനിക്കുന്നുണ്ട്. അതാണ് സംഭവിച്ചത്. അവർ വേദനിക്കുന്നുണ്ട്. 85% ജനങ്ങൾ പേടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ സുരക്ഷിത രാഷ്ട്രത്തിൽ കഴിയുന്നത്. ആ രാജ്യത്ത് നിന്ന് 10 ലക്ഷം ജൂതന്മാർ കുടിയേറ്റം നടത്തി കഴിഞ്ഞു, നാട് വിട്ടു കഴിഞ്ഞു എന്ന് കണക്കുകൾ പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ അർളുൽ മിയാദിലേക്ക്, വാഗ്ദത്ത രാഷ്ട്രത്തിലേക്ക് ചേക്കേറിയത് സ്വതന്ത്രമായി സുരക്ഷിതമായി ഇസ്രായേലിൽ ജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നില്ല എന്ന് പറഞ്ഞ് 10 ലക്ഷം ജൂതന്മാർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. 85% ജനങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പേടിച്ചുകൊണ്ടാണ് കഴിയുന്നത്. ഈ ഇന്തിഫാദയെ നേരിടുവാൻ ദിവസം മില്യൺ കണക്കിന് ഡോളർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ചെലവഴിക്കേണ്ടി വരുന്നു. ലോകത്ത് മുഴുവനും ആ രാജ്യം സ്വതന്ത്രരായ മനുഷ്യരുടെ മുമ്പിൽ, നിഷ്പക്ഷരായ മനുഷ്യരുടെ മുമ്പിൽ, മനസ്സാക്ഷിയുള്ള മനുഷ്യരുടെ മുമ്പിൽ ആ രാജ്യം അവതരിപ്പിച്ച ചിത്രം ഏറ്റവും ഭീകരമായ ഒരു ചിത്രമാണ്, ഭീകരന്റേതായ ഒരു ചിത്രമാണ്, യുദ്ധപ്രഭുക്കളുടെ ഒരു ചിത്രമാണ്, മനുഷ്യത്വത്തോട് ശത്രുത പുലർത്തുന്ന മനുഷ്യരുടെ ചിത്രമാണ്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലാതെ ആരാണ് അവരെ പിന്തുണക്കുന്നത്? ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും, സഹോദരന്മാരെ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രകടനത്തിലും 12, 14, 16 ലക്ഷം ജനങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇസ്രായേലിന്റെ പതാക കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഷൂസ് എടുത്തുകൊണ്ട് ജോർജ് ബുഷിന്റെ ചിത്രങ്ങളിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്രായേൽ എംബസിയുടെയും അമേരിക്കൻ എംബസിയുടെയും ഈജിപ്ത് എംബസിയുടെയും മുമ്പിൽ തടിച്ചുകൂടി അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഗസ്സ റംസുൽ ഇസ്സ, ഗസ്സ റംസുൽ ഇസ്സ, ഗസ്സ എന്ന് പറയുന്നത് ഇസ്സത്തിന്റെ പ്രതീകമാണ് എന്നവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലോകം എന്ന് പറയുന്നത്. അധികാര കസേരകളിൽ ഇരിക്കുന്ന സ്വേച്ഛാധിപതികളുടേതല്ല ലോകം. സ്വാതന്ത്ര്യപ്രേമികളായ ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടേതാണ് ലോകം. അവരാണ് ലോകത്തിന്റെ ഗതി തീരുമാനിക്കുക, അവരാണ് നാളെ നിർണയിക്കുക എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഒരിക്കലും ഓൽമർട്ടോ ബറാക്കോ ലെവിനിയോ അല്ല, ജോർജ് ബുഷോ ഹുസ്നി മുബാറക്കോ അല്ല ആരാണ് ജയിക്കുക, ആരാണ് ജയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തീർച്ചയായും അതാണ് നമ്മുടെ പ്രതീക്ഷ. ആ വിജയത്തെ പറ്റിയാണ് നമ്മുടെ പ്രതീക്ഷ. ആളുകളെ കൊന്നുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ 20 ലക്ഷം ആളുകളെ കൊന്ന താർത്താരികൾ ജയിക്കേണ്ടതായിരുന്നു. അബ്ബാസിയ ഖിലാഫത്ത് തകർത്ത് ബാഗ്ദാദിൽ തിമിർത്താടിയ താർത്താരികൾ 20 ലക്ഷം ജനങ്ങളെയാണ്, മുസ്ലിങ്ങളെയാണ് കൊന്നത്. പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോ സൈഫുദ്ദീൻ ഖുത്സി എന്ന് പറയുന്ന ധീരനായ പോരാളി ഐന് ജാലൂത്ത് യുദ്ധത്തിലൂടെ താർത്താരികളെ നിലംപരിശാക്കി ഇസ്ലാമിന്റെ ഇജ്ജത്ത് വീണ്ടെടുത്തു എന്ന് ചരിത്രം പറയുന്നു. ജനങ്ങളെ കൊന്നുകൊണ്ട് ഫലസ്തീനിൽ അധികാരം വാരാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അത് കുരിശ് സൈന്യത്തിനായിരുന്നു സാധിക്കേണ്ടത്. 70,000 ഉദ്സി എന്ന് പറയുന്ന വിശുദ്ധ ഭൂമിയിൽ 70,000 മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടാണ്, മുസ്ലിങ്ങളുടെ രക്തത്തിലൂടെ കുരിശ് സൈന്യത്തിന്റെ കുതിരകൾ നീന്തിക്കടന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമാറ് നരഭേദം നടത്തിക്കൊണ്ടാണ് ബൈത്തുൽ മഖ്ദിസ് ഒരു കാലത്ത് കുരിശ് സൈന്യം പിടിച്ചെടുത്തത്. 90 വർഷം അവരുടെ കയ്യിലായിരുന്നു ഈ ബൈത്തുൽ മഖ്ദിസ്. ഇന്നത് ഇസ്രായേലിന്റെ കയ്യിലായിട്ട് 60 വർഷമേ ആകാൻ പോകുന്നുള്ളൂ. 90 വർഷം കുരിശ് സൈന്യം കയ്യിൽ വെച്ച ആരാണ് ഇനി ഈ ബൈത്തുൽ മഖ്ദിസിനെ മോചിപ്പിക്കുക എന്ന് മുസ്ലിം ലോകം കേണുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ 90 വർഷം കഴിഞ്ഞപ്പോ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹിത്തീൻ പോരാട്ടത്തിലൂടെ ബൈത്തുൽ മഖ്ദിസ് വീണ്ടെടുത്തു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന കുരിശ് യുദ്ധത്തിലൂടെ ഇസ്ലാമിനെ തകർക്കാമെന്ന ശത്രുക്കളുടെ വ്യാമോഹത്തിനാണ് അദ്ദേഹം അറുതി വരുത്തിയത്. ഞാൻ പറയുന്നത്, ആളുകളെ കൊന്നുകൊണ്ട് ജയം നേടാമെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ വിചാരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഇസ്രായേലിന് മാത്രം അത് സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, വിജയം തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് 50 വയസ്സ് ആയിട്ട് ഞാൻ നേരുന്നുവെന്നാണ് അതിന്റെ രാഷ്ട്രപിതാവ് ഈ രാജ്യമുണ്ടാകുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 50 വർഷം കഴിഞ്ഞാൽ ഈ രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ആ 50 വർഷം ഇസ്രായേൽ പിന്നിട്ട് കഴിഞ്ഞു. അതതിന്റെ അവസാന നാളുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവരുടെ തന്നെ ചിന്തകന്മാർ ഇന്ന് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം ആരംഭിച്ചപ്പോ ഫ്രാൻസിലെ പ്രമുഖനായ ഒരു ജൂത ചിന്തകൻ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം ആണിയിടുന്നുണ്ട്, ഇസ്രായേൽ സ്വന്തം ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ എന്ന്. ഇസ്രായേൽ സ്വന്തം ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ എന്ന്. ഇസ്രായേൽ അതിന്റെ ചരിത്രത്തിലെ അവസാനത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ അത് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അവസാനത്തെ കലികളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചരിത്രം തിരുത്തിയെഴുതുവാൻ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം 987 ആരംഭിച്ച അതിന്റെ ജൈത്രയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലാണ്, ഒരു വഴിത്തിരിവിലാണ് ഗസ്സ എന്ന് പറയുന്ന ഈ പ്രദേശത്തുകൂടെ, ഈ തേരോട്ടത്തിലൂടെ, ഈ നരമേധത്തിലൂടെ ഇപ്പോൾ അതെത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സന്തോഷവാർത്ത നൽകിയത് ലോകത്ത് സംഭവിക്കാതിരിക്കുവാൻ ഒരു കാരണവുമില്ല. റസൂലിന്റെ പ്രവചനങ്ങൾ മുഴുവനും പുലർന്നിട്ടുണ്ട്. റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ പതനം, ഇസ്ലാമിന്റെ വിജയം, ലോകത്ത് മുഴുവനും ഇസ്ലാമിന്റെ ജൈത്രയാത്ര, കുടിലുകളിലും കൊട്ടാരങ്ങളിലും ഇസ്ലാം വ്യാപിക്കുന്നത്, അങ്ങനെ പ്രവാചകൻ ഒരു കുറെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ മുഴുവനും പുലർന്നിട്ടുണ്ട്. അതേ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമു സ്സാഅ ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ്, അന്ത്യനാൾ വരികയില്ല,
മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്തിട്ടല്ലാതെ. അങ്ങനെ മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുകയും ലോകം മുഴുവനും ജൂതന്മാർക്കെതിരെ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. അന്ന് ജൂതൻ കല്ലിന്റെ പിന്നിൽ, മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കും. സംസാരിക്കാൻ കഴിയാത്ത കല്ലും മണ്ണും വൃക്ഷവും അചേതന വസ്തുക്കളും ഒക്കെ ഇസ്രായേൽ ജൂതന്മാർക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടം വരുമെന്നും അവരുകൂടി മുസ്ലിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജൂതന്മാർക്കെതിരെ പൊരുതുമെന്നും മഹാനായ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ഉണ്ടാകും, അലദ്ദീനി ലാഹിരീൻ, അവർ അവരുടെ ദീനിനെ ഉയർത്തിപ്പിടിക്കും, വലിയ അദുവ്വിഹിം ഖാഹിരീൻ, അവർ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തും, അവർക്ക് ഒരാൾക്കും അവർക്ക് ഒരു ക്ഷതവും ഏൽപ്പിക്കുവാൻ സാധ്യമല്ല. സഹാബത്ത് ചോദിച്ചു, ഐനഹും യാ റസൂലല്ലാഹ്, റസൂലെ അവർ എവിടെയായിരിക്കും? റസൂൽ പറഞ്ഞു, ബിബൈത്തുൽ മഖ്ദിസ് വകിനാ ബിബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിലും ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുപാടിലുമായിരിക്കും ഈ സമൂഹം ഉണ്ടായിരിക്കുക. ആർക്കും അവരെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അവർ ദീനിനെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും. അവർ ശത്രുക്കളെ മുഖവിലക്കെടുക്കാത്തവരായിരിക്കും, ശത്രുക്കളെ അതിജയിക്കുന്നവരായിരിക്കും. ഒരാൾക്കും ഒരു ക്ഷതവും അവർ കേൾപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഈ കൂട്ടർ ബൈത്തുൽ മഖ്ദിസിലും ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുവട്ടത്തുമായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ള പോരാളികളുടെ രംഗപ്രവേശത്തിനാണ് ഫലസ്തീൻ കാതോർക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഹമാസിന്റെ പോരാട്ടം വിജയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗസ മുഴുവനും തകർത്ത് ഹമാസിന്റെ പോരാളികളെ മുഴുവനും വധിച്ച് ഇസ്രായേൽ തേരോട്ടം നടത്തിക്കൂടുകയില്ല എന്നത് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയും സംഭവിച്ചേക്കാം. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ പോലും അത് ചരിത്രത്തിന്റെ അവസാനമല്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെ ആയുധശക്തി കൊണ്ട് ആരെങ്കിലും ഒരു രാജ്യം പിടിച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ ബുദ്ധിയുള്ള ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇറാഖ് അമേരിക്കയിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. അമേരിക്ക ഇറാഖിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. അമേരിക്ക ഇറാഖിൽ വിജയിച്ചു എന്ന് സാക്ഷാൽ ജോർജ് ബുഷിന് പോലും അവകാശപ്പെടാൻ സാധിക്കുന്നില്ല. യുദ്ധപരമായി സൈനികമായി അമേരിക്ക വിജയിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ ആ വിജയത്തെ തുടർന്ന് പോരാളികളുടെ പോരാട്ടം ശക്തമാവുകയും അമേരിക്കൻ പട്ടാളം അതിന്റെ മുമ്പിൽ നിന്ന് വിയർക്കുകയും ചെയ്യുന്നു എന്നവർക്കറിയാം. ഫലസ്തീനിൽ കർസായിയും അമേരിക്കയും വിജയിച്ചു എന്നവർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം താലിബാൻ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല. ഇസ്രായേൽ വിജയിച്ചു, സൈനികമായി സാങ്കേതികമായി വിജയിച്ചാൽ പോലും അത് ഇനി അങ്ങോട്ടുള്ള 1000 ഇൻതിഫാദകളുടെ പിറവി കുറിക്കുന്ന സാക്ഷാൽ ഹമാസിന്റെ ഇസ്ലാമിക ഉമ്മത്തിന്റെ, ഇസ്ലാമിന്റെ തന്നെ വിജയമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇന്നും ഇന്നലെയും കഴിഞ്ഞ 18-19 ദിവസങ്ങളായി ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന നിരാലംബമായ ഉപരോധിക്കപ്പെട്ട ഒരു പ്രദേശത്തെ വളഞ്ഞിട്ടുകൊണ്ട് ഇസ്രായേൽ കൊന്നുകൂട്ടിയ നൂറുകണക്കിന് പാവപ്പെട്ട ഉമ്മമാരുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും രക്തസാക്ഷ്യത്തിന്റെ മുറിവുകൾ 1200 മില്യൺ വരുന്ന 120-125 കോടി വരുന്ന ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ഒരിക്കലും മാറാതെ കിടക്കുമെന്നും ഇസ്രായേൽ ഏൽപ്പിച്ച അതികഠിനമായ ഘോരമായ ഈ മുറിവുകളിൽ നിന്ന് ഉതിർന്നു വരുന്ന രക്തം ലോകത്ത് വിപ്ലവത്തിന്റെ പുതിയ ചരിത്രം കുറിക്കുമെന്നും നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം. ഓരോ പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്നതും നവോത്ഥാനത്തിന്റെ ഓരോ മുന്നറിയിപ്പാണ്. ഇസ്രായേൽ വർഷിക്കുന്ന ഓരോ ബോംബും ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ഓരോ വിസ്ഫോടനങ്ങളാണ്. ആ ബോംബ് വർഷങ്ങളിലൂടെ മണൽ കൂമ്പാരങ്ങളിൽ നിന്ന്, മഖ്ബറകളിൽ നിന്ന് പുതിയ ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവർ ഈ യുദ്ധപ്രഭുക്കളെ ക്രൂരമായി വിചാരണ ചെയ്യുമെന്നും ചരിത്രത്തിൽ അവരുടെ സ്ഥാനം നിർണ്ണയിക്കുമെന്നും നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹമാസ് സാങ്കേതികമായി പരാജയപ്പെട്ടാൽ പോലും അത്രയേ സംഭവിക്കാനുള്ളൂ. അല്ലെങ്കിൽ അതുപോലുള്ള അത്ഭുതങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത്. അത് ഏറ്റവും വലിയ ഒരു വിജയമായിരിക്കും. ഹമാസ് ഇതുവരെയുള്ള 19 ദിവസത്തെ പോരാട്ടത്തിൽ ഹമാസ് പിടിച്ചു നിൽക്കുമെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് യൂസുഫ് അൽ ഖറളാവിയെ വിളിച്ചുകൊണ്ട് ഖാലിദ് മിശ്അൽ
എന്ന ഹമാസിന്റെ നേതാവ് പറഞ്ഞു, ഷേഖ് സമാധാനിക്കുക, സമാധാനിക്കുക, നമ്മുടെ സമൂഹത്തെ സമാധാനിപ്പിക്കുക. ഇതുവരെയും നമുക്ക് യാതൊരുവിധ പോരണമേൽപ്പിക്കുവാൻ ജൂത പട്ടാളത്തിന് അൽഹംദുലില്ലാഹ് സാധിച്ചിട്ടില്ല. ഷെയ്ഖ് യൂസുഫ് അൽ ഖർദാവിയെ പോലുള്ള ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ മുസ്ലിം ഉമ്മത്തിനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഭരണാധികാരികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മുസ്ലിം മുബാറക്കും ഈജിപ്തിലെ സ്വേച്ഛാധിപതികളും അന്താരാഷ്ട്ര പണ്ഡിതവേദിയുടെ ഷെയ്ഖ് ഖർദാവിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ദയാപൂർവം അറിയിച്ചു. അവരുടെ വിചാരം അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നതാണ്. അവർ ഒരേടാകൂടത്തിൽ നിന്ന് മറ്റൊരേടാകൂടത്തിലേക്ക് സ്വയം വരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഡ്ഢികളാണ് നിർഭാഗ്യവശാൽ ഈജിപ്തിന്റെ ഭരണാധികാരികൾ. ഞങ്ങൾ പറയുന്നത് കേൾക്കാത്തവർ ഇനി അങ്ങോട്ടുള്ളത് അനുഭവിക്കട്ടെ എന്ന് അവരുടെ വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തി. പക്ഷെ അയാൾക്കത് വിഴുങ്ങേണ്ടി വന്നു. ലോകം ഹമാസിന്റെ കൂടെയാണ് എന്ന് മനസ്സിലായപ്പോ ഉസ്നി മുബാറക്ക് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഫ്രാൻസിനെയും കൂട്ടി പുതിയ കരാറുകൾ ചുട്ടെടുത്തു. ഹമാസ് പറഞ്ഞു, ഉസ്നി മുബാറക്ക് ഈജിപ്തിന്റെ തന്നെ കരാറുകൾ സ്വീകരിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾക്കില്ല. തുർക്കിയുടെ നേതൃത്വത്തിൽ വേറെയും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതിനെപ്പറ്റിയും ഞങ്ങൾ പഠിക്കും. കെയ്റോവിലേക്ക് വിളിച്ചു ഹമാസിന്റെ നേതാക്കളെ. ഹമാസ് പറഞ്ഞു, നിങ്ങൾ മാത്രം പോരാ, തുർക്കിയെയും വിളിക്കൂ. റജബ് തയ്യിബ് ഉർദുഗാന്റെ ഇസ്ലാമിസ്റ്റുകളുടെ തുർക്കിയെയും വിളിക്കൂ. റജബ് തയ്യിബ് ഉർദുഗാൻ ജൂതന്മാരെ ഓർമ്മിപ്പിച്ചത് നാടായ നാട് മുഴുവനും ഒരു കാലത്ത് നിങ്ങളെ ആറ്റിപ്പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ പറയുന്ന ഹോളോകോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോ, ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ യൂറോപ്പ് നിങ്ങളെ നിർദാക്ഷിണ്യം ആറ്റിപ്പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോ, ഞങ്ങളുടെ മുസ്ലിം രാഷ്ട്രങ്ങളാണ്, ഞങ്ങളുടെ തുർക്കിയാണ് നിങ്ങൾ പാവപ്പെട്ട ജൂതന്മാർക്ക് നിങ്ങളുടെ പ്രപിതാക്കൾക്ക് അഭയം നൽകിയത് എന്ന ഒരൊറ്റ ആനുകൂല്യമെങ്കിലും സഹോദരന്മാരെ, ജൂതന്മാരെ നിങ്ങൾ പരിഗണിക്കണം. ഞങ്ങളുടെ സഹോദരന്മാരെ ദയവായി കൊല്ലരുത് എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി. ഹമാസിന് വേണ്ടിയിട്ട് അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. ആ തുർക്കിയെ കൂടി പങ്കെടുപ്പിക്കൂ എന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. എന്നിട്ടുണ്ടായ കരാറും ഹമാസിനെ ഇതുവരെ പാലിച്ചിട്ടില്ല, ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഹമാസ് അതിന്റെ ശക്തമായ തറയിൽ നിന്നുകൊണ്ട് തന്നെ, ഉയർന്നു നിന്നുകൊണ്ട് തന്നെ വിലപേശുകയാണ്. തൽക്കാലം യുദ്ധം നിർത്തിയാൽ പോരാ, ഉപരോധം അവസാനിപ്പിക്കണം, ഇസ്രായേൽ സേന മുഴുവനായും ഫലസ്തീൻ വിടണം. ഇതുപോലുള്ള ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ പിന്മാറുന്നില്ല. ഞങ്ങളുടെ അവസ്ഥ വളരെ ഭദ്രമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് യൂസുഫ് അൽ ഖർദാവിയെ പോലുള്ള ആളുകൾ ലോകത്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് ലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 80 വയസ്സ് കഴിഞ്ഞ വന്ധ്യവയോധികനായ അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 1 മണിക്ക് അൽ ജസീറ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് മുസ്ലിം ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തു, നിങ്ങളുടെ ഭാഗമായ, നിങ്ങളുടെ ശരീരത്തിന്റെ അംശമായ ഗസയിലെ പാവപ്പെട്ട സഹോദരന്മാരെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി നമസ്കാരങ്ങളിൽ ഖുനൂത്ത് ചൊല്ലുക, അവരുടെ കൂടെ നിൽക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ പേന കൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് നിങ്ങൾ ഹമാസിന്റെ ഫലസ്തീനിലെ ഗസയിലെ പോരാട്ടത്തിന്റെ കൂടെ നിൽക്കണം എന്ന് അദ്ദേഹം മുസ്ലിം ലോകത്തെ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനത്തിന് മുസ്ലിം ഉമ്മത്ത് ചെവികൊള്ളുകയും ആഫ്രിക്കയിലും ഏഷ്യയിലും അറബ് ലോകത്ത് മാത്രമല്ല, ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലും ഇസ്രായേൽ നടത്തുന്ന ഈ നരമേധത്തിന്റെ, ഗസ ഹോളോകോസ്റ്റിന്റെ പ്രതിഷേധങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ അലയടികളിൽ ഒരു കാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം മുങ്ങിത്താകുക തന്നെ ചെയ്യും എന്ന ഉറച്ച പ്രതീക്ഷ നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു പുതിയ പ്രഭാതത്തിന് വേണ്ടി കാതോർക്കുക, അങ്ങനെയുള്ള ഒരു പുതിയ പ്രഭാതത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ സഹോദരന്മാർ പോരാടുന്നത് എന്റെയും നിങ്ങളുടെയും ഖിബിലയായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയും 17 മാസം ആ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മുടെയും അവരുടെയും ആദ്യത്തെ ഖിബിലയുടെ മോചനത്തിന് വേണ്ടി ഇത്രയധികം ത്യാഗങ്ങൾക്ക് സന്നദ്ധമാകുമ്പോൾ വിദൂരങ്ങളിൽ ഇരുന്ന് സഹോദരന്മാരെ, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക, അവരുടെ കൂടെ നിൽക്കുക,
നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, നമ്മുടെ വേദനകൾ കൊണ്ട്, നമ്മുടെ പിരിമുറുക്കങ്ങൾ കൊണ്ട്, നമ്മുടെ ആലോചനകൾ കൊണ്ട്, നമ്മുടെ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാരുടെ കൂടെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. അവരെ ഓർക്കാൻ നമുക്ക് കഴിയണം. നാം വീടുകളിൽ നിന്നാണ് വന്നത്, നാം വീടുകളിലേക്കാണ് പോകുന്നത്, നമ്മുടെ ഭക്ഷണത്തിലേക്കാണ് നാം തിരിച്ചു പോകുന്നത്, നമ്മുടെ വിരിപ്പിടങ്ങളിലേക്കാണ് നാം മടങ്ങിപ്പോകുന്നത്, നമ്മുടെ ഉറക്കത്തിലേക്കാണ് നാം തിരിച്ചു പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. അല്ലാഹു അവരുടെ ദൗത്യത്തെ പൂർത്തീകരിക്കുവാനുള്ള ശക്തി, കരുത്ത് അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹു തന്നെ തകർക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ വിജയം കൺകുളിർക്കെ കണ്ട് കണ്ണടക്കുവാനുള്ള തൗഫീഖ്, സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും അർഹമുറാഹിമീനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫലസ്തീനിലെ പോരാളികൾ ഒരിക്കലും കണ്ണടക്കാത്ത പടച്ചതമ്പുരാന്റെ കണ്ണുകൾ, ഒരിക്കലും കൈവിടാത്ത പടച്ചതമ്പുരാന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പോരാളികൾ യുദ്ധമുഖത്ത് ശക്തിയോടുകൂടി പിടിച്ചു നിൽക്കുമാറാവട്ടെ. അള്ളാഹു അവരെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ശത്രുക്കളെ, ജൂതന്മാരെ, പ്രവാചകന്മാരുടെ ഘാതുകന്മാരെ, കരാർ ലംഘകരെ, ലോകത്തെ സത്യത്തിന്റെ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാവട്ടെ. اللهم دمر اليهود الغادرين، اللهم دمر الصليبيين الحاقدين، اللهم دمر الصهيونيين الماكرين، اللهم انصر إخوتنا المجاهدين في فلسطين، اللهم انصر إخواننا المستضعفين والمحاصرين في غزة يا أكرم الأكرمين. اللهم كن لهم ولا تكن عليهم، اللهم انصرهم ولا تنصر عليهم، اللهم أيدهم بقوتك يا أكرم الأكرمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك أعداء الدين من اليهود والصليبيين الحاقدين. ربنا تقبل منا دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.